തീർത്തും നമ്മളൊക്കെ ചിന്തിക്കേണ്ട, നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന വീടിനെ കുറിച്ചും അതിന്റെ പരിസരത്തെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ മനുഷ്യരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഒന്നുകിൽ സ്വന്തം വീടാകാം, ഭർത്താവിന്റെ വീടാകാം, മക്കളുടെ വീടാകാം, അതല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളാകാം. ഇങ്ങനെ താമസിക്കുന്ന, നമ്മൾ കിടന്നുറങ്ങുന്ന, നമ്മൾ ഇടപെടുന്ന, പെരുമാറുന്ന ഒരിടം നമുക്കെല്ലാവർക്കുമുണ്ട്. ഭവനരഹിതരായി തെരുവിൽ കഴിയുന്നവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിശുദ്ധ ഇസ്ലാം നമ്മുടെ ഓരോ അടക്കങ്ങളെയും അനക്കങ്ങളെയും നിശ്ചിതമായ നിയന്ത്രണത്തിലൂടെ, നിയമങ്ങളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വീട്, ആ വീട്ടിലെ പെരുമാറ്റച്ചട്ടങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ദീൻ കാഴ്ചപ്പാടോടെ സംസാരിച്ചിട്ടുണ്ട്, നിയമങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി അള്ളാഹു വീടിനെ കാണുന്നത്, അതിനോടുള്ള സമീപനം എങ്ങനെയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അള്ളാഹു മനുഷ്യർക്ക് മാത്രം എന്തിനങ്ങനെ ഒരു സംവിധാനം നിശ്ചയിച്ചു തന്നു? സത്യത്തിൽ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്കും വീടുകളുണ്ട്. കാക്കക്കൂടും കോഴിക്കൂടും അതുപോലെ മൃഗങ്ങൾ താമസിക്കുന്ന ഗുഹകളും മാളങ്ങളും ഒക്കെ അവയുടെ വീടുകളാണ്. പക്ഷേ മനുഷ്യരായ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയോ, നമ്മൾ വീടുകളെയും പരിസരങ്ങളെയും കാണുന്നത് പോലെയോ ഒന്നും അവ കാണാറില്ല. എന്നു മാത്രമല്ല, എങ്ങനെയായിരിക്കുമോ അവ തുടക്കകാലത്ത് വീടുകൾ ഉണ്ടാക്കിയത്, അതിൽ നിന്നൊരു വ്യത്യാസവും ഇപ്പോഴുമില്ല. നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ കാക്കക്കൂട് കാണുന്നവരാണ്. 2019 ന്യൂ മോഡൽ കാക്കക്കൂട് കണ്ട ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, സാധ്യതയില്ല. നല്ല കലാപരമായിട്ടൊക്കെ വീടുകൾ ഉണ്ടാക്കുന്ന, കൂടുകൾ ഉണ്ടാക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട്. ആ കല അതിനു മുമ്പേ ഉള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ എല്ലാ ഡിസൈനുകളെയും തോൽപ്പിക്കുന്ന, മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചൊരിക്കലും ആവിഷ്കരിക്കാൻ കഴിയാത്ത അത്ര മനോഹരമായ സംവിധാനങ്ങളോടെയാണ് ഉറുമ്പുകൾ കൂടൊരുക്കുന്നത്, തേനീച്ചകൾ കൂടൊരുക്കുന്നത് എന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നു. തേനീച്ചയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ മനോഹരമായി ആ കാര്യം വർണ്ണിക്കുന്നുമുണ്ട്. മരങ്ങളിൽ, മലയിടുക്കുകളിൽ, മനുഷ്യർ താമസിക്കുന്ന വീടുകൾക്കിടയിൽ ഒക്കെ കൂടുകൾ ഉണ്ടാക്കുന്ന തേനീച്ചകൾ, സമാനമായ രീതിയിൽ തന്നെ ഉറുമ്പുകൾ. ഞാൻ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മനുഷ്യരായ നമ്മുടെ താമസ സ്ഥലങ്ങളും അതിന്റെ പുരോഗതികളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാലത്തും നടത്തുന്ന ഇടപെടലുകളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. ഇതാണ് അല്ലാഹു മനുഷ്യരായ നമുക്ക് വീടുകൾ നൽകിയതിന്റെ ലക്ഷ്യം. നിശ്ചയമായും അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു. ജഅലലക്കും, നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. മിൻ ബുയൂതികും, നിങ്ങളുടെ വീടുകളിലൂടെ, സകനൻ, ആശ്വാസത്തെ, സന്തോഷത്തെ. യഊന ഇലൈഹ, അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം യഊന ഇലൈഹ. ആ വീടുകളിലാണ് മനുഷ്യർ അഭയം പ്രാപിക്കുന്നത്. കൊട്ടാര സമാനമായ സൗകര്യങ്ങളാണ് വീടല്ലാത്ത ഒരിടത്തുള്ളത് എങ്കിലും ചെറ്റക്കുടിലാണ് സ്വന്തമായ അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയെയും മക്കളെയും താമസിപ്പിക്കുന്നത് എങ്കിൽ
അത്രയും വലിയ കൊട്ടാരത്തിൽ നിന്ന് തന്റെ ചെറ്റക്കുടിലിൽ അഭയം പ്രാപിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക. ചിലപ്പോ വിദേശത്തൊക്കെ നല്ല സൗകര്യമായിരിക്കും, താമസിക്കാനൊക്കെ നല്ല ഫ്ലാറ്റ് റൂമൊക്കെ ആയിരിക്കും. എന്നാലും തന്റെ കൊച്ചു ഗ്രാമത്തിലെ നാലുകാലോലപ്പുര എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെറിയ കൂരയിലേക്ക് എത്തിയിട്ട് അവിടെ കിടക്കാൻ, അവിടെ ഒന്ന് ആശ്വാസത്തോടെ ഉറങ്ങാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക. രണ്ടാമതായി വയസ്തതിറൂൻ, മനുഷ്യർ മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞു നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അവന്റെ വീടിൽ വെച്ചാണ് അവൻ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് അവന്റെ വസ്ത്രം മാറുക. നമ്മളൊക്കെ ഇപ്പോ നല്ല ഡ്രസ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. വീട്ടിലേക്ക് എത്തിയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാനും ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ തുറന്നിടാനുമൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്ക് അവസരമുണ്ടായത് കൊണ്ടാണ് മനസ്സിന്റെ ആ ആശ്വാസം, മനസ്സിന്റെ ആ സന്തോഷം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള വീടുകൾ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. കാലം കൂടുന്തോറും ആശ്വാസമൊക്കെ കുറയുന്നുണ്ട്. ഇപ്പൊ എന്റെ നാടൊക്കെ ഒരു പുഴയുടെ തീരത്താണ്. പുഴയുടെ തീരത്തൊക്കെ വീടെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല സമ്പന്നരായ ആളുകൾ പോലും താല്പര്യപ്പെടുന്ന ഒരു സംഗതിയാണ്. കാരണം അവിടെ നല്ല സൈറ്റ്, നല്ല സീനറി എല്ലാം ഉണ്ടാവും. പക്ഷേ 2018ഉം 19ഉം കഴിഞ്ഞതോടുകൂടെ മലയുടെ മുകളിൽ സ്ഥലം കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ് എൻ്റെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ. എന്തേ കാര്യം? ഡാമുകൾ തുറന്നു എന്നാ കഴിഞ്ഞ കൊല്ലത്തെ പരാതി. ഇക്കൊല്ലത്തെ പരാതി ഡാം തുറന്നില്ല എന്ന്. മഴയങ്ങ് പെയ്ത് പുഴകൾ നിറഞ്ഞപ്പോൾ മനുഷ്യരായ നമ്മൾ പുഴകളിലേക്ക് കൊണ്ടുപോയി തള്ളിയ മാലിന്യങ്ങളുമായി ആ പുഴവെള്ളം നമ്മുടെ വീടിന്റെ അകത്തേക്ക് വന്നപ്പോൾ മനുഷ്യരായ നമ്മൾ തിരിച്ചറിഞ്ഞു, റബ്ബേ, വീടുകളുടെ അകത്ത് ആശ്വാസം നൽകുന്നവൻ നീയാണ്, വീടുകളുടെ പുറത്തേക്കോടിയാലും ആശ്വാസം നൽകുന്നവൻ നീയാണ്. വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോഴാണ് പുഴവെള്ളം വരുന്നത്. ആ വെള്ളത്തിൽ നിന്ന് ഓടി ഒലിക്കുളിക്കുമ്പോഴാണ്, ആ വെള്ളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തിനാണ് ഉയർന്ന ഇടങ്ങൾ, ഈ പുഴയിൽ നിന്ന് വെള്ളം കിട്ടാത്ത ഇടങ്ങൾ സംവിധാനിച്ചിരിക്കുന്നത് എന്നോരോ മനുഷ്യനും തിരിച്ചറിയുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. ഹോം എന്നാണ് ഇംഗ്ലീഷിൽ യഥാർത്ഥത്തിൽ വീടിന് പറയാം. ഹോം, ഹൗസ് എന്നും പറയും. ഹോം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം വേർ ദ ഹാർട്ട് ഈസ് എന്നാണ്. നിന്റെ ഹൃദയം ഏത് പ്രദേശവുമായാണോ, ഏത് സ്ഥലവുമായാണോ ബന്ധിച്ചിരിക്കുന്നത്, അവിടെയാണ് നിന്റെ ഹോം, നിന്റെ മാതൃഗൃഹം, നിന്റെ മാതാവുള്ള ഗൃഹം, നിന്റെ വീട്, നിന്റെ യഥാർത്ഥ ജന്മസ്ഥലം, നിന്റെ ജന്മവീട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വീടിനോട് വലിയ ആദരവും ആ വീടിനോട് വലിയ ഇഷ്ടവും നൽകുന്നത് എപ്പോഴാണെന്നറിയുമോ? മുഅ്മിനീങ്ങളായ നമ്മുടെ വീടിന്റെ അലങ്കാരം അതിന്റെ കമനീയത കൊണ്ടല്ല, അതിന്റെ ഭംഗി കൊണ്ടല്ല, അതിന്റെ പുറം ഭാഗത്തെ വിശാലത കൊണ്ടല്ല, എന്റെ വീട് നിൽക്കുന്നത് 2 ഏക്കറിലാണ് എന്നുള്ളത് കൊണ്ടല്ല, നമ്മുടെ വീടിനെ അലങ്കരിക്കാൻ ചെലവഴിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ അലങ്കാര വസ്തുക്കൾ കൊണ്ടല്ല അല്ലാഹു ആ വീടിനെ ഇഷ്ടപ്പെടുന്നത്, റഹ്മാനായ റബ്ബ് ആ വീടിനോട് താല്പര്യം കാണിക്കുന്നത്, അല്ലാഹു ആ വീട്ടിലേക്ക് അവന്റെ റഹ്മത്ത് ഇറക്കുന്നത് റബ്ബിന്റെ സ്മരണ ആ വീട്ടിലുണ്ടാകുമ്പോഴാണ്, അല്ലാഹുവിന്റെ ഓർമ്മ ആ വീട്ടിൽ നിലനിൽക്കുമ്പോഴാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹ ഫീ വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹ ഫീ
മിസ്ലൽ ഹയ്യി വൽ മയ്യിതി. അല്ലാഹുവിനെ ഓർക്കപ്പെടുന്ന ഒരു വീട് എന്ന് പറഞ്ഞാൽ അവിടെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. അത് തന്നെയാണ് റബ്ബിനെ ഓർക്കലിന്റെ പ്രാരംഭം. അല്ലാഹുവിനെ ഓർക്കാൻ ആ വീട്ടുകാർ മുഴുവൻ എഴുന്നേൽക്കുന്നുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. പള്ളിയിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുന്നതിന്റെ മുമ്പേ പള്ളിയിലേക്ക് പോകേണ്ടവർ പോകുന്നുണ്ട്. വീട്ടിലുള്ളവർ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്, വുളൂ ചെയ്യുന്നുണ്ട്, ഖിബിലയിലേക്ക് മുന്നിടുന്നുണ്ട്. എന്നിട്ട് നിസ്കരിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർ മുഴുവൻ അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. അത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ചൊല്ലിയാൽ, ആ ഉമ്മയുടെ മകൾ ചൊല്ലിയാൽ, ആ വീട്ടിലുള്ള മരുമകൾ ചൊല്ലിയാൽ, ആ വീട്ടിലുള്ള കൊച്ചുമക്കൾ ചൊല്ലിയാൽ, 7 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇരുകരങ്ങളും ഉയർത്തിയിട്ട് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരോടുകൂടെ എന്നെയും നീ സന്മാർഗത്തിലാക്കണമേ. വആഫിനി ഫീമൻ ആഫൈത്. നീ എല്ലാ ശേഷിയും നൽകിയവർക്കോടുകൂടെ എനിക്കും നീ സകല കഴിവും നൽകണമേ, എനിക്കും നീ സുഖങ്ങൾ നൽകണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്. നീ ഏറ്റെടുത്ത മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരോടൊപ്പം എന്നെയും നീ ഏറ്റെടുക്കണേ. ഇത് ഉമ്മ ദുആ ചെയ്യുകയാണ്, പൊന്നുമോള് ദുആ ചെയ്യുകയാണ്, ഭർത്താവ് ദുആ ചെയ്യുകയാണ്, ഭാര്യ ദുആ ചെയ്യുകയാണ്. വബാരിക് ലീ ഫീമാ അഅ്തൈത്. ചായ ഉണ്ടാക്കിയിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, നാട്ടുകാരും ഉണർന്നു തുടങ്ങിയിട്ടില്ല, അയൽ വീട്ടിൽ വെട്ടം വീണിട്ടില്ല. അതിന്റെ മുമ്പേ കൈകൾ ഉയർത്തിയിട്ട് വബാരിക് ലീ ഫീമാ അഅ്തൈത്. നീ ഞങ്ങൾക്ക് നൽകുന്നതിൽ നീ അനുഗ്രഹം ചൊരിയണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ തീർന്നില്ല. വബാരിക് ലീ ഫീമാ അഅ്തൈത് വഖിനി ശർറ മാ ഖളൈത്. അല്ലാഹുവേ, വല്ല ഷർറും നീ വിധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് എനിക്ക് നീ കാവൽ നൽകണമെന്ന് ആ വീട്ടിലുള്ള എല്ലാവരും സുബ്ഹിയിലുള്ള ഖുനൂത്തിന്റെ ഭാഗമായിട്ട് റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുമ്പോ ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത്. റബ്ബിനോട് പറയാനുള്ളത്, റബ്ബിനെ മഹത്വപ്പെടുത്താനുള്ളത് ആ വീട്ടിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുഅ്മിനെ റബ്ബിന്റെ കരുണ ആ വീട്ടിലേക്ക് വരാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് അല്ലാഹു തമ്പുരാൻ ആ വീടിന് നോക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് ആ വീട്ടിലുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടാതിരിക്കുക? ഈ സ്വഭാവം നമ്മുടെ വീടുകളിൽ ഇല്ല എങ്കിൽ തിരിച്ചു കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളെ അല്ലാഹുവിന്റെ സ്മരണയിൽ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീടിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. അത് ജീവനുള്ളതിനെ പോലെയാണ്, അതില്ലെങ്കിലോ അത് മയ്യിത്തിനെ പോലെയാണ്, അത് ശവത്തെ പോലെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വീടുകൾ അല്ലാഹുവിന്റെ സ്മരണയുള്ള വീടുകളാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. സമാനമായ രീതിയിൽ ഇനി ഖുർആൻ പാരായണം എല്ലാം അങ്ങനെ തന്നെ. എന്നാ നമ്മുടെ വീടുകളിലുള്ളതോ സിനിമയുടെ ശബ്ദമാണ്, സീരിയലിന്റെ ഒച്ചയാണ്, മൊബൈൽ ഫോണിലുള്ള ഓരോ കാർട്ടൂണുകളാണ്, മൊബൈൽ ഫോണുകളിലൂടെ, യൂട്യൂബിലൂടെ, വാട്സാപ്പിലൂടെ കേൾക്കുന്ന ശബ്ദഘോഷങ്ങളാണ്. അവിടെ പരസ്പരമുള്ള സംസാരമില്ല, അവിടെ ഇടപെടലുകളില്ല, അവിടെ സ്നേഹം പങ്കുവെക്കലുകളില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതുപോലും അതിന്റെ നിറം പോലും അറിയാതെ ഏതോ ലോകത്തുകൂടെ ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന വീടുകളാണ് എങ്കിൽ ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ അകലെയാണ്. അല്ലാഹു നമ്മുടെ വീടുകളെയൊക്കെ നന്നാക്കി തരട്ടെ.
ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് അതിന്റെ പ്രാധാന്യം അത് മഹത്വമുള്ളതാണോ അല്ലേ എന്ന് തീരുമാനിക്കുക ആ വീട് നിൽക്കുന്ന നാടിനെ പരിഗണിച്ചിട്ടാണ്. നമ്മൾ മോശക്കാരാണോ? അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നാടുകളിൽപ്പെട്ട ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ചില ആൾക്കാരൊക്കെ പറയാം, അയ്യോ നമ്മളിപ്പോ ഇന്ത്യക്കാര് നമ്മളാകെ പെട്ടിരിക്കുകയാണ്. അല്ല കേട്ടോ മുഅ്മിനീങ്ങളെ, ലോകത്തെ ഏറ്റവും നല്ല നാട്ടിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. എന്താ കാര്യം എന്നറിയോ? ആദ്യത്തെ മനുഷ്യനായ സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു പറഞ്ഞേക്കുമ്പോൾ റഹ്മാനായ റബ്ബ് ഇന്ത്യയിലേക്കാണ് ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചത്. ഇന്ത്യ മോശമല്ല, ആദ്യത്തെ മനുഷ്യൻ വന്നതാണ്. ഇന്ത്യയിൽ നിന്ന് 40 തവണയിലേറെ 40 തവണ മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ. 40 തവണ ഹജ്ജിന് പോയപ്പോൾ 39 തവണയും മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ചെറിയ നാടല്ല, ഇന്ത്യ മനോഹരമായ നാടാണ്, ഇന്ത്യ ഉജ്ജ്വലമായ നാടാണ്, ഇന്ത്യ ചരിത്രങ്ങളുള്ള നാടാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തല്ലയോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ കടന്നു വന്ന് ദീനിന്റെ ദഅവത്ത് നടത്തിയത്. ഇവിടെ നിന്ന് വെളിപ്പാടകലെയുള്ള ഇടത്തേക്കല്ലയോ മഹാനായ മാലിക് ബിൻ ദീനാറും ഹബീബ് ബിൻ മാലിക്കും ഒക്കെ കടന്നു വന്നത്. നബിയുടെ സ്വഹാബികൾ വന്ന നാടാണ് ഇന്ത്യ. നമ്മുടെ നാട്ടിലേക്കാണ് ലക്ഷക്കണക്കിന് ആളുകളെ കേവലമുള്ള കാഴ്ച കൊണ്ട് മാത്രം, തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ദീനിലേക്ക് ആകർഷിപ്പിച്ച മഹാനായ സയ്യിദുനാ ഖാജാ മുഈനുദ്ദീനിൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വന്നത്. അപ്പൊ ഇന്ത്യ സംഭവം ഇനിയിപ്പോ ആര് ഭരിക്കുകയാണ് അതൊന്നും നോക്കിയിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ കാലഘട്ടത്തിന് മാറുന്ന ചരിത്രങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന ഓരോ നിയോഗങ്ങൾ മാത്രമാണ്. നമ്മളുടെ നാട് വളരെ പവിത്രമായ നാടാണ്, വളരെ മനോഹരമായ നാടാണ്, ആധ്യാത്മികതയുടെ നാടാണ്, സമാധാനത്തിന്റെ നാടാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എല്ലാവരും പരസ്പരം സ്നേഹിക്കാനും കാരുണ്യത്തോടെ ഇടപെടാനും പരിശീലിച്ച ഒരു നാടാണ്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ സഹോദര മതസ്ഥരിങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അന്വേഷിച്ചപ്പോൾ എന്നോട് പ്രിയപ്പെട്ട സഹൽ ഫൈസി പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ ഷാ തങ്ങളുടെ അടുക്കലേക്ക് അവർ വന്ന് തിരിച്ചു പോവുകയാണ് എന്നാണ്. അതാണ് നമ്മുടെ നാടിന്റെ നന്മ, അതാണ് ഈ നാടിന്റെ ഗരിമ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വഭാവ ഗുണം. ഇവിടെ മാത്രമല്ല, പരിശുദ്ധമായ മമ്പുറത്ത് പോയാൽ, പുത്തമ്പള്ളിയിൽ പോയാൽ, സമാനരായ നമ്മുടെ തൊട്ടടുക്കലുള്ള ഹബീബ് ബിൻ മാലിക്കിന്റെ ബഹുമാനപ്പെട്ട ചേരമാൻ പള്ളിയിലുള്ള മഖ്ബറയിൽ പോയാൽ അവിടെയൊക്കെ ഉണ്ടാകും ഇങ്ങനെ സ്നേഹത്തോടെ മറഞ്ഞു കിടക്കുന്ന മഹാരഥന്മാരെ കാണാനും അവരുടെ അടുക്കൽ വന്ന് അനുഗ്രഹം നേടിയെടുക്കാനും വരുന്ന ഇതര മതസ്ഥരായ നമ്മുടെ സഹോദരന്മാരറിയിക്കുന്നത് നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണ്, നമ്മുടെ ഔന്നത്യമാണ്, ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ ഏറ്റവും ഉജ്ജ്വലമായ, ആരുടെ മുമ്പിലും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഏകതയാണ്. അല്ലാഹു ഇത് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേരളം അങ്ങനെ തന്നെ അല്ലേ? ശസ്യ ശ്യാമള കോമള കേരളം എന്നാ പറയാറുള്ളത്. പ്രകൃതി ഭംഗി കൊണ്ട്, പുഴകൾ കൊണ്ട്, കടല് കൊണ്ട്, മലകൾ കൊണ്ട്, മാമലകൾ കൊണ്ട്, പച്ചപ്പ് കൊണ്ട്. ഞാനിത് പറയുന്നത് എന്തിനാണ്? പടച്ചോനെ, ഞാനൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ ജനിച്ചത്? നമ്മളിങ്ങനെ ഓരോരുത്തർ അക്കരെ പച്ചയിൽ വിചാരിക്കും, ഞാൻ വല്ല ആഫ്രിക്കയിൽ ജനിച്ച നന്നായിരുന്നു എന്ന് വിചാരിക്കണവരുണ്ടാവും, ഞാൻ വല്ല ഉഗാണ്ടയിൽ ജനിച്ച നന്നായിരുന്നു. അതൊന്നും വേണ്ട. അൽഹംദുലില്ലാഹ്, ഇന്ത്യയിൽ, ഈ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ അത് തന്നെ ഏറ്റവും പവിത്രമായ, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഒരു പ്രദേശമാണ്. അതിൽ നമ്മൾ ആരും വിഷമിക്കേണ്ടതില്ല.
നമ്മളുടെ വീട് നിൽക്കുന്ന നാട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ നാടിന്റെ പവിത്രതയാണ് ഈ ഉന്നതന്മാർ, മഹാന്മാർ, അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുക എന്നുള്ളത്. മദീന അതിൽപ്പെട്ട ഒരു സംഗതിയാണ്. മദീന നല്ലൊരു നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മൾ നമ്മുടെ നാടിനെ ഇഷ്ടപ്പെടണം. അങ്ങനെ നമ്മളൊരിക്കലും നാടിനെതിരായിട്ട് ദ്വാരക്കരുത്, നാട്ടുകാർക്കെതിരായിട്ട് പ്രാർത്ഥിക്കരുത്, നാട്ടുകാർക്കെതിരാവരുത്, നാടിനെതിരാവരുത്. ഞാൻ ഗൗരവത്തോടെ തന്നെ പറയാണ്. നാട്ടിൽ എന്തെങ്കിലും നിയമങ്ങളോ വ്യവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ബാധ്യത എന്താണ്? നമ്മളുടെ ബാധ്യത അത് പാലിക്കുക, അത് നിറവേറ്റുക എന്നുള്ളതാണ്. അതേത് നിയമമാണെങ്കിലും ശരി. പിന്നെ നമ്മൾ അതിനെതിരായിട്ട് സിന്ദാബാദ് വിളിച്ചിട്ടോ മറ്റോ ഒക്കെ അത് മാറ്റിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ശരി, അതിനൊന്നും നമ്മൾ നിരാകരിക്കുന്നില്ല. ചില നിയമങ്ങൾ ഉണ്ടാവും, ആ നിയമങ്ങളൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഉദാഹരണമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം, നാടിന്റെ ഒരു നിയമമാണ്. ഹെൽമെറ്റ് ധരിക്കണം, വേറൊരു നിയമമാണ്. നമ്മളോടെന്തോ ദേഷ്യം ഉണ്ടായത് കൊണ്ട് വെച്ചതാണെന്നാണ് പൊതുവെ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ വിചാരിക്കുക. അല്ല, അത് നമ്മൾ പാലിക്കേണ്ടവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാടിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. മദീന കോ ജായേ ജി ചാഹതാ ഹൈ മുഖദ്ദർ ബനായേ जी चाहता है मदीना के आका दो आलम के मौला तेरे पास आए जी चाहता है मदीना के बातें मदीना के आका मदीना के मौला सुने और सुनाए जी चाहता है. പരിശുദ്ധമായ മദീനയുടെ കഥകൾ പറയാൻ, മദീനയുടെ ചരിതം പറയാൻ എന്റെ ഹൃദയം അഭിലഷിക്കുകയാണ്, എന്റെ മനസ്സ് വല്ലാതെ കൊതിക്കുകയാണ്. എന്റെ മദീനയെ നബി വല്ലാതെ സ്നേഹിച്ചു. രണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ. ഒന്നെന്താണ്? നമ്മൾ മദീന കാണാൻ ആഗ്രഹിക്കണം എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ, പോകാൻ ആഗ്രഹമുണ്ടല്ലോ. മദീനയിലൊന്ന് പോകാൻ, റസൂലുള്ളാഹിന്റെ റൗളയൊന്ന് കാണാൻ. അവിടെ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദ് ചെയ്യുന്ന, ലോകത്തെ അല്ലാഹു തമ്പുരാന്റെ ഏറ്റവും പവിത്രമായ സ്വർഗ്ഗലോകത്തൊന്ന് പ്രവേശിക്കാൻ വിശുദ്ധമായ ആ റൗളയിൽ പോയിട്ടൊന്ന് സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത, അതിന് മനസ്സ് കൊതിക്കാത്ത മുഅ്മിനീങ്ങളുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ മദീനയെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പാഠം. രണ്ടാമത്തെ പാഠം എന്താണ്? മദീനയെ റസൂലുള്ള സ്നേഹിച്ചതുപോലെ നമ്മൾ മദീനയെ സ്നേഹിക്കണം എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കണ്ടേ? മദീനയിലെ മരങ്ങളെ സ്നേഹിച്ചിരുന്നു, മദീനയിലെ കുന്നുകളെ സ്നേഹിച്ചിരുന്നു. മദീനയിലെ ഉയർന്നു നിൽക്കുന്ന ഒരു കുന്നാണ് ഉഹദ് പർവ്വതം. വലിയ ഒരു മലയാണ്, വലിയ ഒരു മലനിരയാ. ആ മലനിരയെ നോക്കിക്കൊണ്ടവിടുന്ന് പറയുമായിരുന്നു, ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. കണ്ടോ, ഒരു നാടിനോടുള്ള സ്നേഹല്ലേ? നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ വിന്ധ്യ ഹിമാചല യമുന ഗംഗ മുഴുവനായിട്ട് പാടി ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടിയിരുന്നുള്ളതല്ലേ നിയമം? അല്ലേ? അങ്ങനല്ലേ? എന്ത് ഗാനാണ്? ദേശീയ ഗാനം പാടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മുഴുവൻ പാടുന്നില്ല. ഇനിയിപ്പോൾ അത് കേസാവേണ്ട, ലൈവ് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ്? അപ്പൊ അതിലൊക്കെ പറയുന്ന യമുനയും ഗംഗയും നമ്മളുടെ നാട്ടിലുള്ള മലകളും ഹിമാലയവും കുന്നുകളും പർവ്വതങ്ങളും ഇതൊക്കെ ഏതോ അല്ല. ഏതാണെങ്കിലും അങ്ങനെ തന്നെ നമ്മുടെ നാടിനെ ഇഷ്ടപ്പെടണം, കശ്മീരിനെ ഇഷ്ടപ്പെടണം, പഞ്ചാബിനെ ഇഷ്ടപ്പെടണം, അസാമിനെ ഇഷ്ടപ്പെടണം, അവിടെയുള്ള ജനങ്ങളെ ഇഷ്ടപ്പെടണം, അവിടെയുള്ള മലകളെ പോലും ഇഷ്ടപ്പെടണം. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ തന്റെ നാട്ടിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അത് നബിക്ക് തന്റെ നാടിനോടുള്ളൊരു സ്നേഹം കൂടല്ലേ?
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ ഹാദി. പടച്ചോനെ, ഈ മദീനയിൽ നീ ബറക്കത്ത് ചെയ്യണേ, ഈ മദീനയിൽ നീ അനുഗ്രഹം ചൊരിയണേ. മദീനയിൽ പോയിട്ട് അവിടെ നിന്ന് ഈത്തപ്പഴം വാങ്ങുമ്പോ, അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോ ഞാൻ എന്റെ കൂടെയുള്ളവരോട് പറയാറുണ്ട്, നിങ്ങൾ വാങ്ങിക്കൊള്ളുക. എന്തേ കാര്യമെന്നറിയോ? ഈ മദീനയിലുള്ള ഓരോ സാധനങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ വില നോക്കിയിട്ടല്ല. മുഅ്മിനീങ്ങളെ, ഹജ്ജിന് പോയ ആളുകൾ, ഉംറക്ക് പോയ ആളുകൾ, നമുക്ക് വല്ലതും അതിൽ നിന്ന് സമ്മാനിക്കുമ്പോൾ അത് ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയാണെങ്കിലും, അതെത്ര നിസാരമായ സാധനമാണെങ്കിലും മദീനയിൽ നിന്ന് വാങ്ങിയാൽ ആ സാധനത്തിന് വലിയ പവിത്രതയുണ്ട്, അതിന് വലിയ ബറക്കത്തുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി തങ്ങൾ തന്റെ നാടിനോടുള്ള ഇഷ്ടം കൂടെ പ്രകടിപ്പിച്ചതാണത്. എന്നതുപോലെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളോട്, നമ്മുടെ നാട്ടിലെ വസ്തുക്കളോട് ഇന്ന് തീരെ താല്പര്യമില്ലാത്ത ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരാണതിനെ നിഷേധിക്കുക? നമുക്കിന്ന് സ്വദേശി വസ്തുക്കളോട് താല്പര്യം വളരെ കുറവാണ്, എല്ലാം വിദേശി. ഇനിയിപ്പോൾ എല്ലാവരും എൻ്റെ ഡ്രസ്സിലേക്കും എൻ്റെ വാച്ചിലേക്കും എൻ്റെ ബാക്കിയുള്ളതിലേക്കൊക്കെ നോക്കും, ഇതൊക്കെ എവിടുന്ന് മെയ്ഡ് ചെയ്തതാണെന്നുള്ളത്, എവിടുന്ന് മേക്ക് ചെയ്താന്ന് നോക്കുമല്ലേ. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരളം. നല്ല സാധനങ്ങളൊക്കെ തിന്നാൻ വലിയ മടിയാണ് അല്ലേ. അയൽവാസി ഉണ്ടാവും, നല്ല കൃഷി ചെയ്യുന്നു, അയാളുടെ അടുക്കൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ നല്ല പഴം കിട്ടും, നല്ല പയറ് കിട്ടും, നല്ല ചീര കിട്ടും. അന്വേഷിക്കൂലേ? ഇപ്പൊ എല്ലാവരും വലിയ റിലയൻസിന്റെയും സമാനമായ മറ്റു കുത്തകളുടെയൊക്കെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഫ്രഷായിട്ട് തന്നെ കിട്ടും. ചില കടകളുടെ പേര് തന്നെ ഫ്രഷ് എന്നാണ്, ഒക്കെ ഫ്രഷായിട്ട് കിട്ടും. വിഷാംശങ്ങളും എത്ര ദിവസം ഇരുന്നാലും ഒരു കേടും വരാത്ത വിഭവങ്ങൾ, അതിനോട് വലിയ പ്രിയാണ്. നമ്മളുടെ നാടിനോട് പ്രിയം വേണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. നമ്മളുടെ നാട്ടിലെ അരി, നമ്മളുടെ നാട്ടിലെ പലചരക്കുകൾ, നമ്മളുടെ നാട്ടിലെ സാധനങ്ങൾ, പച്ചക്കറികൾ. പിന്നെ ഇങ്ങനെ പറയണ്ടാവും അതിനെ എവിടെയാ കിട്ടുന്നത്, അതിന് വേറെ നമ്മൾ നോക്കണത് വേറെ കാര്യം. ഏതായാലും നമ്മൾ കിട്ടുന്നത് ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അതിനൊക്കെ വേണ്ടി ശബ്ദിച്ച വലിയ മഹാന്മാരുണ്ടായിരുന്നു, ഗാന്ധിജിയെ പോലുള്ള ആളുകൾ. ഓലൊക്കെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ നടത്തിയ ആളുകളാണ്. അതൊരു നമ്മളുടെ ഒരു സത്യവിശ്വാസിയുടെ ഒരു മാർഗമാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ നാട്ടിലുള്ള സാധനങ്ങളെ, നമ്മളുടെ നാട്ടിലുള്ള ചരക്കുകളെ, നമ്മളുടെ നാട്ടിലുള്ള വസ്തുക്കളെ ഉപയോഗിക്കാനും അതിനെ ഇഷ്ടപ്പെടാനും അതിനെ ബഹുമാനിക്കാനും അതിനെ ആദരിക്കാനും നമ്മൾ പഠിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവ ഗുണമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ നമ്മൾ താമസിക്കുന്ന നാട് വളരെ പ്രധാനമാണ്. ഇനി നമ്മളുടെ വീടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരു വിഭാഗം അയൽവാസികളാണ്. യാ അല്ലാഹ്, അതൊരു വലിയ സംഗതിയാണ്. അയൽവാസികളെ കുറിച്ച് മാത്രം നമ്മൾ വഅദ് പറയേണ്ടി വരും. നബിയോട് അങ്ങനെ പറഞ്ഞുവല്ലോ, മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാർ. അയൽവാസികളോട് ഞാൻ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് എന്നോട് ജിബ്രീൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഹത്താ വനന്തു, ആ ഉപദേശം കേട്ട് ഞാൻ വിചാരിച്ചു, അന്നഹു സയുവരിഫുനി, എന്റെ അനന്തര സ്വത്തിൽ നിന്നൊരു വിഹിതം ഞാൻ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചുവെന്ന്. ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം കെട്ടിപ്പടുക്കാൻ അധ്വാനിച്ച മഹൽ വ്യക്തിത്വം ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളോടുള്ള ഇടപാടുകളെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മുടെ കൽബിൽ വരുന്നത് എന്റെ അയൽവാസി എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നതല്ലേ. അയൽവാസിയുടെ വീട്ടിലേക്ക് നിങ്ങൾ വേസ്റ്റ് ഇടരുത്, അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വെള്ളം നിങ്ങൾ തടയരുത് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആദ്യം വിചാരിക്കുന്നത് എന്റെ അയൽവാസി എന്റെ വീട്ടിലേക്ക് വേസ്റ്റ് ഇടരുത് എന്നുള്ളതാണ്.
എന്റെ അയൽവാസി എനിക്ക് വെള്ളം തടയരുത് എന്നതാണ്. അയൽവാസികൾ പരസ്പരം ഭക്ഷണം കൈമാറണമെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക, പടച്ചോനെ എന്റെ അയൽവാസി കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചിട്ടതിന്റെ വാസന എന്റെ വീട്ടിലേക്ക് വന്നിട്ടവര് തരുമെന്ന് വിചാരിച്ചിട്ടവർ തന്നില്ലല്ലോ എന്നതാണ്. അതിന്റെ തൊട്ടുമുമ്പുള്ള ആഴ്ച നിന്റെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തില്ല എന്ന് ചിന്തിക്കുകയില്ല. നീ നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് അവർ കാണാതെ വേസ്റ്റ് ഇടുന്നത് നീ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. നീ നിന്റെ വീട്ടുകാർക്ക് വെള്ളം തടഞ്ഞത് നിന്റെ അയൽവാസിക്ക് വെള്ളം തടഞ്ഞത് നീ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ പറയണത്, അതാദ്യം നമ്മള് മറ്റേ സെക്കൻഡറി ആയിട്ട് വരുന്ന സംഗതി നമ്മൾ അങ്ങോട്ട് മായ്ക്കുക. മനസ്സിലാകുന്നുണ്ടോ? അതായത് എന്നോട് ഇങ്ങോട്ട് എന്നുള്ളത് മായ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് മുഴുവൻ അങ്ങോട്ട്. ഞാൻ എൻ്റെ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറും. ഇപ്പം അങ്ങനെ വല്ലാതെ നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്ത്? ഈ അയൽവാസികൾ തമ്മിലുള്ള ഉടക്ക്. അഷ്റഫ് പോയോ? അഷ്റഫ് ഖാനോട് ചോദിച്ചാൽ ഇപ്പോൾ കാര്യമായിട്ട് അറിയുള്ളൂ. അയൽവാസികൾ തമ്മിലുള്ള ഉടക്ക് ഇവരോടനെ ചോദിക്കുക. അത് വളരെ കുറവല്ലേ പൊതുവെ നമ്മുടെ നാട്ടിൽ? അൽഹംദുലില്ലാ. പണ്ടൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രപിതാക്കന്മാരെ ആക്ഷേപിക്കലായിട്ട് മാറും. അല്ല, എന്നാലും അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് സംശയിക്കുകയാണ്. നിസ്സാരമായ കാരണങ്ങളുടെയൊക്കെ പേരിൽ അയൽവാസികൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാക്കലും കുഴപ്പമുണ്ടാക്കലൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലോ അപ്പൊ എന്താ പറഞ്ഞത്? നമ്മളുടെ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകൾ, ആ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകളുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കലാപങ്ങളും കലഹങ്ങളൊക്കെ കുറവാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാലും, ഞാനൊരു കാര്യം പറയട്ടെ, അസൂയ, പരസ്പരമുള്ള വിദ്വേഷം, മാനസികമായ അകൽച്ച, ഇതിനൊന്നും കുറവ് വന്നിട്ടില്ല എന്നാണ് ഒരു ചെറിയ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കഠിനമായ തെറ്റ്, പറിച്ചറിയേണ്ട പാപം, കൽബ് ശുദ്ധിയാക്കുന്നവർ ആദ്യം ചെയ്യേണ്ടതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ അസൂയ പഠിച്ചെടുക്കുന്നത്, നമ്മുടെ മക്കൾ കുശുമ്പ് പഠിച്ചെടുക്കുന്നത് നമ്മുടെ അയൽവാസികളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. അയൽവാസിയുടെ വീട്ടിലെ കുട്ടികളോടുകൂടെ കളിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ അയൽവാസിയുടെ വീട്ടിലെ കുട്ടി, അയൽപക്കത്തുള്ള കുട്ടി നിന്റെ മകനോടുകൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോ അവർക്ക് കിട്ടിയ മാർക്കിനെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോ, അവരുടെ പ്രകടനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ അസൂയ പഠിക്കുന്നു, അവിടെ കുശുമ്പ് പഠിക്കുന്നു. ശ്രദ്ധിക്കേണ്ടതല്ലേ? അയൽവാസികളെ സ്നേഹിക്കാൻ പഠിക്കണം, ബഹുമാനിക്കാൻ പഠിക്കണം, ആദരിക്കാൻ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അയൽവാസികളെ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫൽയുക്രിം ജാറഹു, അയൽവാസിയെ അവൻ ബഹുമാനിക്കട്ടെ എന്നതാണ്. ഇസ്ലാമിൽ അയൽവാസി എങ്ങനെയാ? വീടിന്റെ പരിസരം വിഷയല്ലേ? ഇസ്ലാമിന്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ മതിലിന്റെ അപ്പുറത്തുള്ള ആളല്ല, മതിലിന്റെ അപ്പുറത്തുള്ള ആളല്ല. പിന്നെയോ അതിന്റെയും അപ്പുറത്ത് 40 വീടുകൾ. ഒരഭിപ്രായ പ്രകാരം ഓരോ ഭാഗത്തേക്കും 40 വീടുകൾ എന്നാണ്. അവരോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കേട്ടോളൂ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യഅ്മന ജാറുഹു ബവാഇഖ, ഇവനിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവന്റെ അയൽവാസികൾ നിർഭയനാകുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. നമുക്ക് അങ്ങനെ പറയിപ്പിക്കാൻ കഴിയണം. വലിയ വലിയ കോട്ട മതിലുകൾ കെട്ടി ഉയർത്തി എന്റെ വീട്ടിലേക്ക് ഒരാളും വരാൻ പാടില്ല, എന്റെ വീട്ടിൽ വാഹനം തിരിക്കാൻ പോലും പാടില്ല,
അയൽവാസിയുടെ വാഹനം ഒന്ന് തിരിക്കണമെങ്കിൽ, അവരുടെ ബൈക്ക് ഒന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അയൽവാസിയുടെ വീടിന്റെ പറമ്പൊന്ന് ഉപയോഗിക്കണമെങ്കിൽ അതിനു പോലും അനുവദിക്കാതെ ഹൃദയത്തിലും ആ മതിൽ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവം അതല്ല. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, എനിക്ക് എന്റെ അയൽവാസി എന്നെ കുറിച്ച് അവൻ നിർഭയനായിരിക്കണം, എന്നോട് സംസാരിച്ചാൽ അവന് സന്തോഷമുണ്ടാകണം, എന്റെ അടുക്കൽ വന്നൊരു കാര്യം പറഞ്ഞാൽ അവന് ആനന്ദമുണ്ടാകണം, എന്റെ അടുക്കൽ ഒരു പ്രശ്നം അവതരിപ്പിച്ചാൽ അതിന് പരിഹാരമുണ്ടാകണം, എന്റെ അടുക്കൽ ഒരു വിഷയം വരുമ്പോ, അവന്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവരെ ആദ്യമായി കാണുന്നതും അവരെ ആദ്യമായി സഹായിക്കുന്നതും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഞാനാകണം. രോഗികളാകുമ്പോ, അസ്വസ്ഥതയുണ്ടാകുമ്പോ, കല്യാണങ്ങൾ ഉണ്ടാകുമ്പോ, സൽക്കാരങ്ങൾ ഉണ്ടാകുമ്പോ അങ്ങനെ അയൽവാസികളോട് വലിയ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ എന്നതോടൊപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, വജാരിദിൽ ഖുർബാ. ഖുർആൻ എണ്ണുന്ന ഒരു വിഭാഗമാണ് കുടുംബബന്ധമുള്ള അയൽവാസി എന്ന് പറഞ്ഞാല്. യാ റബ്ബ്, അയൽവാസികളോട് തന്നെ എങ്ങനെയാണ് അത് കുടുംബബന്ധം കൂടെ ആവുമ്പോഴോ, വാപ്പാന്റെ ജ്യേഷ്ഠനാണ്, ഉമ്മാന്റെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ വാപ്പാന്റെ അനുജനാണ്, നമ്മളുടെ തന്നെ അനുജനാണ് എങ്കിൽ ആ ബന്ധത്തിന് വളരെ ശക്തിയാണ്. അള്ളാഹു നമുക്ക് നല്ല ബന്ധം പ്രദാനം ചെയ്യട്ടെ. പരസ്പരം നമ്മളെല്ലാം കൊടുക്കാൻ തയ്യാറാവുക. സ്നേഹം മാത്രമല്ല, അയൽവാസികൾക്ക് സാധനങ്ങൾ വിലക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്തേ? അയൽവാസികൾ ഇങ്ങനെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ മേടിക്കും. ചെറിയ ചെറിയ സാധനങ്ങൾ. കോണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളത് ചിഹ്നമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അത് ചിഹ്നമല്ല, അത് ലോകത്തുള്ള എല്ലാവർക്കും ആവശ്യം വരുന്നൊരു സാധനമാണ് കോണി. നിങ്ങളുടെ കോണി എന്ന് തന്നെ തൊട്ട അയൽവക്കക്കാരനാ പറയുന്നത്. എന്താ പറയാ, അത് ഞാൻ അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല, നാളെ തന്നെ കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടാ കിട്ടിയണത് എന്ന് പറയും. മറുപടി പറയരുത്, കൊടുക്കണം. ഖുർആൻ പറയുന്നുണ്ട്, ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും യുറാഊൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. വൈൽ എന്ന നരകം, അതല്ലെങ്കിൽ നരകത്തിലെ വൈൽ എന്ന മലഞ്ചെരിവ്, അതല്ലെങ്കിൽ സർവനാശവും ആർക്കുള്ളതാ? നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുന്നവർക്കുള്ളതാണ്. പിന്നെ ആർക്കാണ്? വയംനഊനൽ മാഊൻ, മനുഷ്യർ പരസ്പരം ചെയ്യുന്ന പരോപകാരം തടയുന്നവർക്കുള്ളതാണ്. മാഊൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ചെയ്യുന്ന പരോപകാര സാധനങ്ങൾ തടയുന്നവർ. അത് ആർക്കിടയില സാധാരണ ഉണ്ടാവുക? അപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കോണി ചോദിക്കാൻ സാധ്യതയില്ല. അത് തൊട്ട അയൽവാസി ചോദിക്കും. കോണി, കത്തി, തീയ്. കൃത്യമായ അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒന്ന് തീ എന്നുള്ളതാണ്. അത് പഴയ കാലത്തൊക്കെ തീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിലേ ഉണ്ടാവുള്ളൂ. അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിയിട്ട് വേണ്ടി വരും ഈ വീട്ടിൽ. വേറെ അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അടുപ്പ്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, അടുപ്പൊന്നും ഇപ്പം ആരും കടം വാങ്ങൂല. ഇന്നിപ്പോൾ കടം വാങ്ങുക എന്താണ്? ചെറിയ ചില പാത്രങ്ങൾ വാങ്ങും. കത്തിയൊക്കെ വാങ്ങുമോ എനിക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തടയാൻ പാടില്ല എന്ന്. അതിൽപ്പെട്ട ഒന്നാണ് അൽമാ, വെള്ളം തടയാൻ പാടില്ല എന്ന്. വെള്ളം തടയും. ഇവിടെ നിന്നും ഇപ്പം അങ്ങനെ ഒരു വിഷയം വരും എനിക്ക് തോന്നുന്നില്ല. ചില നാടുകളിലൊക്കെ ഉണ്ടാവും. നമ്മൾ വെള്ളം തടയ മാത്രമല്ല, വെള്ളം വേസ്റ്റാക്കുന്ന മഹാന്മാരുണ്ട്. എങ്ങനെ? ഞാൻ ഇവിടുത്തെ ആരെയും പറയലുണ്ട്, ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ആരോടും സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പം പറയും, ഞാൻ വഴന്ന് കഴിഞ്ഞ് പോയാൽ നിങ്ങൾ അയാളോട് ഇതിനെ പറ്റി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇവിടെ ഞാനിതിനെ പറ്റി എന്താ വിഷയം? നമ്മൾ സെപ്റ്റിക് ഉണ്ടാക്കുകയാണ്. സെപ്റ്റിക് ടാങ്ക്, ടോയ്ലറ്റിന്റെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കുകയാണ്. അയൽവാസിയുടെ കിണർ തൊട്ടപ്പുറത്തുണ്ട്. നമ്മൾ നല്ല അയൽവാസിയാണല്ലോ, അല്ലേ? നമ്മളുടെ സെപ്റ്റിക് ശരിക്കും സർക്കാരിന് വരെ നിയമമുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തിൽ വരെ നിയമമുണ്ട്. ഇത്ര ദൂരപരിധിയാണ്. അതൊന്നും നമ്മൾ സൂക്ഷിക്കൂല. ഞാൻ എൻ്റെ പറമ്പിലല്ലേ. മരം നടുമ്പോ ശ്രദ്ധിക്കണ്ടേ? തെങ്ങ് നടുമ്പോ ശ്രദ്ധിക്കണ്ടേ? അയൽവാസിയുടെ മതിലിനോട് ചേർത്തിയിട്ട് എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പല അയൽവാസികളെയും ബുദ്ധിമുട്ടിക്കുന്നത് ഈ മരത്തിന്റെ കേസ് കൊണ്ടായിരിക്കും. വലിയ മരായിരിക്കും.
അല്ലെങ്കിൽ വലിയ പ്ലാവായിരിക്കും, എന്നിട്ട് അതിൻ്റെ എല്ലാ വേസ്റ്റുകളും അയൽവാസിയുടെ വീട്ടിലേക്ക്, ഇതൊക്കെ അതിൽ പെട്ടതാണ്. ലാ യഅ്മനു ജാറുഹു ബവാഇഖ. ചിന്തിക്കണം, നമ്മളെ സംബന്ധിച്ച് നിർഭയനാകണം. എന്നിട്ട് അഥവാ നിങ്ങൾ ആ കൊമ്പൊന്ന് വെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആകെ കലാപവും കലഹങ്ങളും. നമ്മൾ ചിന്തിക്കുക, എന്നെ കൊണ്ട് എൻ്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, വിഷമുണ്ടാവരുത്. വെള്ളം തടയാൻ പാടില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ഭൂമിയിൽ ഒരു പ്രദേശത്തിനായിരിക്കാം അല്ലാഹു തആല ആ വെള്ളം തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടേക്ക് ഈ ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 10ഓ 20ഓ അല്ലെങ്കിൽ ഒരു ഏക്കറോ ഭൂമിയിലേക്കുള്ള വെള്ളം യഥാർത്ഥത്തിൽ ആ ഭൂമിയിൽ തന്നെ പെയ്യുന്നുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. മഴയായി പെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ആ വെള്ളം അതിന്റെ അടിയിലൂടെ വരും. നമ്മൾ കിണർ കുഴിക്കുമ്പോൾ അല്ലാഹു ആ കിണറിൽ വെള്ളം തരികയാണ്. അയൽവാസി കിണർ കുഴിക്കുമ്പോൾ ചിലപ്പോൾ അയൽവാസിയുടെ കിണറിലേക്ക് വന്നേക്കാം. ഇനി വന്നാലും ഇല്ലെങ്കിലും, അതല്ലെങ്കിൽ അയൽവാസിയുടെ മോട്ടോർ കേടായി പോയി. 2 ദിവസം അയൽവാസി നമ്മളുടെ മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ചു. 3-ാമത്തെ ദിവസം വരുമ്പോൾ കറണ്ട് ബില്ല് കഴിഞ്ഞ മാസം തന്നെ കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മതി, തീർന്നു കാര്യം. ഈ അയൽവാസി 2 കുടം വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്ക് നമ്മളുടെ കറണ്ട് ബില്ല് അങ്ങോട്ട് റോക്കറ്റ് പോലെ കുതിച്ചു വരല്ലേ. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ നാൾ എന്നോട് ചോദിച്ചു, നമ്മെക്കാൾ കൂടുതൽ അയൽവാസിക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, കാശ്. അപ്പോൾ പൈസ ഉണ്ടാവണം. അവനോട് ആരെങ്കിലും ആഗ്രഹിക്കും നമ്മളെക്കാളും അയൽവാസിക്ക് കാശ് ഉണ്ടാവണം. ശരിക്കും അങ്ങനെ ആഗ്രഹിക്കണം. ഞാൻ കുറേ ഉത്തരം പറഞ്ഞാവും. അപ്പോൾ അവരുടെ അവസാനം എന്നോട് തമാശ പറഞ്ഞു, അതൊന്നുമല്ല, കറണ്ട് ബില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവം? കറണ്ട് ബില്ല് നമുക്ക് വന്നു 1080. വേഗം നമ്മളുടെ കറണ്ട് ബില്ലിനെ സംബന്ധിച്ചല്ല ചിന്തിക്കുക. അവിടെ എത്ര കറണ്ട് ബില്ല്? അവിടെ 2000. ഓ അൽഹംദുലില്ലാ, സമാധാനമായി, നമ്മളെക്കാളുണ്ടല്ലോ. അങ്ങനെ ഇതാണ് നമ്മളുടെ സ്വഭാവം. അതിൻ്റെ ഇടയിൽ മോട്ടറും കൂടെ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. യാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, അയൽവാസികളോട് സ്നേഹത്തോടെ ഇടപെടുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സയ്യിദുനാ അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂദർറേ, ഇദാ തബഖത മറഖ, നീ കറി പാകം ചെയ്താൽ ഫഅക്സിർ മാഅഹാ, അതിലുള്ള വെള്ളം നീ കുറച്ച് വർദ്ധിപ്പിക്കണേ, അതിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണേ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിക്കത് കൊടുക്കണേ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് നമുക്ക് സ്നേഹബന്ധം പുതുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അയൽവാസികൾ എല്ലാവരും മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. ക്രൈസ്തവരായേക്കാം, ഹിന്ദുക്കളായേക്കാം, മതമുള്ളവനായേക്കാം, ഇല്ലാത്തവനായേക്കാം. പക്ഷേ അതിന്റെ പേരിൽ സ്നേഹബന്ധങ്ങളിൽ നമ്മൾ കുറവ് വരുത്തുന്നവരല്ല. മുഅ്മിൻ അത് ചെയ്യുന്നല്ല. മുഅ്മിൻ ബഹുമാനിക്കുന്നവനാണ്, സ്നേഹം പങ്കുവെക്കുന്നവനാണ്. കറിയിലും പായസത്തിലും കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇനി ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് താനാ മധുരം അനുഭവിക്കുന്നത് പോലെ തന്റെ അയൽവാസി മധുരം അറിയട്ടെ, തന്റെ അയൽവാസിയുടെ കുഞ്ഞുങ്ങളാ മധുരം അറിയട്ടെ എന്ന് ചിന്തിക്കുന്നവനാണ് മുഅ്മിൻ. അവരും അങ്ങനെ തന്നെയാണ്. അവരുടെ സവിശേഷ ദിവസങ്ങളിൽ ആ സ്നേഹം ഇങ്ങോട്ട് പങ്കുവെക്കുന്നവരാണ്. നമ്മുടെ സന്തോഷ ദിവസങ്ങളിൽ ആ സ്നേഹം അങ്ങോട്ടും പങ്കുവെക്കുന്നവരാണ്. അത് തുടരേണ്ട കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിനെ വിള്ളലുകൾ വീഴ്ത്തരുത്. ഒരിക്കലും അത്തരം ആചാരങ്ങൾക്ക്, അത്തരം നന്മകൾക്ക് നമ്മൾ അവസാനമുണ്ടാക്കരുത്. അതിങ്ങനെ തുടർന്ന് സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഈ ആഹ്ലാദ സുഗന്ധം നമുക്കിടയിൽ പടർന്ന് പരിലസിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് വിശ്വാസി സമൂഹമേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അയൽവാസികളോടുള്ള ബന്ധം പിന്നെ നമ്മൾ ആഗ്രഹിക്കണം എന്നാണ്. അയൽവാസികളുടെ ഖൈർ, അയൽവാസികളുടെ നന്മ തന്നെയല്ല, അയൽവാസികൾ നന്നായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരാൾക്ക് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോ എല്ലാവരും ശരിക്കും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ?
പടച്ചോനെ ആ നന്മ എനിക്ക് കിട്ടിയല്ലോ എന്നാണ്. ലന്നു ബിൽ മുഅ്മിനീന ഖൈറാ എന്നാണ്. ഇത് ഞാൻ പറയുമ്പോൾ പടച്ചോൻ എൻ്റെ കാര്യം മഹാകഷ്ടം. അല്ലെങ്കിൽ ഞാൻ പറയാണ് 3 കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ നന്മയും കിട്ടിയെന്ന് പറഞ്ഞാൽ 3 കിട്ടി, 1 പോയി. കേട്ടോളൂ, റസൂലുള്ള പറയാൻ 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടയാളമാണ്. 1 അൽ മർഅത്തു സ്വാലിഹ, 1 സദ്വൃത്തയായ ഇണ, നല്ലൊരു ഭാര്യ, അത് കിട്ടി. വൽ മസ്കനുൽ വാസി, നല്ല ഒരു താമസ സ്ഥലം, അതും കിട്ടി. വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി. വൽ മർകബുൽ ഹനീ, തനിക്ക് ആശ്വാസം ഉതകുന്ന ഒരു വാഹനം. ചില ആളുകൾക്ക് ആശ്വാസം ഉതകുന്നത് ഒരു കൈനറ്റി കൊണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഒരു സൈക്കിൾ ആയിരിക്കും, ചില ആളുകൾക്ക് ഒരു നല്ല അത്യാവശ്യം ചെറുതല്ലാത്ത ഒരു കാറായിരിക്കും, ചില ആളുകൾക്ക് വലിയൊരു കാറായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും അത് മനസ്സിന്റെ സന്തോഷമാണ്. നേരത്തെ പറഞ്ഞത് വലിയ വീട് എന്ന് പറഞ്ഞു, ആ വീടും അങ്ങനെ തന്നെയാണ്. അത് മനസ്സിനുണ്ടാകുന്ന ഒരു ആശ്വാസമാണ്. എൻ്റെ വീട് അൽഹംദുലില്ലാ നല്ല വീട് കേട്ടോ. സംതൃപ്തി ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മളുടെ ആ വീടിന് വിശാലത ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിലിപ്പോൾ 4 കിട്ടിയവരാരാന്ന് ചോദിച്ചിട്ട് കൈവെക്കാനൊന്നും ഞാൻ പറയണില്ല. അള്ളാഹു നമുക്കൊക്കെ എല്ലാം നല്ലത് തരട്ടെ. ഞാൻ പറഞ്ഞല്ലോ 4, അയ്യോ 1 പോയി. അയൽവാസിന്റെ കാര്യം പറഞ്ഞിട്ടാണോ അതോ ഭാര്യയുടെ കാര്യം പറഞ്ഞിട്ടാണോ? ഏത് കാര്യം പറഞ്ഞിട്ടാന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അള്ളാഹു നമുക്കൊക്കെ നല്ലത് തരട്ടെ. അപ്പൊ ഇനി ഒരാളുടെ അയൽവാസി നല്ലതല്ല എന്ന് വിചാരിക്കുക, അങ്ങനെ ഉണ്ടാവാം. ഇടക്കിടക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്ന അയൽവാസിയാണ്, അല്ലെങ്കിൽ ഇടക്കിടക്ക് മതില് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ വലിയ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിര് നീക്കുന്ന അയൽവാസിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതിര് തോണ്ട്, അതിര് കിളക്ക, പഴയ കാലത്ത് അല്ലാഹു അലം അങ്ങനെയൊക്കെയുള്ള അയൽവാസിയാണ്. എന്താ ചെയ്യുക? നമ്മളുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മുഅ്മിനീങ്ങളോട് പറയാണ്. നമ്മളും അതേപോലെ തന്നെ അതിനേക്കാളും വലിയ അതിര് നീക്കൽ നമ്മൾ അല്ല. നമ്മൾ അതിൽ സഹിക്കുക, നമ്മൾ ക്ഷമ കൈക്കൊള്ളുക, നമ്മൾ ഈമാനുള്ളവരാണ്. നമ്മളോടുള്ള നിലപാട് എന്താണ്? അതാണ് നമ്മുടെ നിലപാട്. നിന്റെ അതിര് അയൽവാസി നീക്കിയാൽ, നിനക്കെതിരായി കേസ് കൊടുത്താൽ, നിനക്കെതിരായി അപവാദം പറഞ്ഞാൽ, നിന്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അയാൾ തിരിച്ചു തരാതെ നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ, അയൽവാസിയാന്നുള്ള പരിഗണന കൊടുത്തിട്ട് ഇവിടെ പ്രത്യേക നിലപാട്. ആ നിലപാട് പൊതുവായ നിലപാടാണ്. എന്താണ് ആ നിലപാട്? നല്ല കാര്യം കൊണ്ട് നീ അതിനെ പ്രതിരോധിക്കുക, നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ചിലപ്പോ കല്യാണം പറയാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് തെറ്റിയത്, എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ചില ആൾക്കാർ പറയണത് കേട്ടാൽ നമ്മളാകെ സ്തബ്ധരായി പോകും. കല്യാണത്തിന് വേണ്ടതുപോലെ വിളിക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിശ്ചയം പറഞ്ഞില്ല, കല്യാണേ പറഞ്ഞുള്ളൂ, അപ്പോൾ കല്യാണത്തിന് പോയില്ല. എന്തേ കാര്യം? നിശ്ചയം പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനെയൊക്കെ നിശ്ചയം എന്നുള്ള ഏർപ്പാടൊക്കെ ഇവിടെ ഉണ്ടോ? കല്യാണത്തിൻ്റെ നിശ്ചയം. അപ്പം ഞാനൊരു കേസ് കേട്ടതാണെന്നാള്. ഒരു രസകരമായ, ഇതൊക്കെ പറയാൻ ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് ലൈവൊക്കെ ഉണ്ടായതുകൊണ്ട് പറയാൻ ഭയങ്കര പേടിയാണ്. കൃത്യമായിട്ട് പോലെ ചില സംഗതികൾ ഉണ്ടാവില്ല, എന്നെ പറ്റിയിട്ട് തന്നെയാണ് പറയണമെന്ന് പറയും ചില ആൾക്കാർ. നമ്മളതൊന്നുമല്ല, സംഭവം ഉള്ളത് തന്നെയാണ്, ആളുകളെന്ന് നമ്മൾ പറയണില്ലല്ലോ. കല്യാണത്തിന് ഒരു അയൽവാസിയുടെ വീടൊക്കെ പൂട്ടിയിട്ട് ഒരു യാത്ര ഹിജ്റ പോയിരിക്കുകയാണ്. അപ്പം എന്താണ് അവരുടെ ഹിജ്റയുടെ കാരണം എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നം അതാണ് അത്രേ, നിശ്ചയം പറഞ്ഞില്ല. അതറിയാതെ പിന്നെ എങ്ങനെയാ കല്യാണത്തിന് വരല്? ഇങ്ങനെയൊക്കെയുള്ളൂ. നമ്മൾ കല്യാണം എന്നുള്ള കേസ് മാത്രമല്ല, ഞങ്ങളോട് പൊതുവായിട്ട് പറയാണ്, എല്ലാവരും മനസ്സിലെങ്കിലും ഒരു ഇൻഷാ അല്ലാഹ് പറയൂ. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്നോട് ശത്രുത ഉണ്ടായ ആൾ നിന്റെ ഏറ്റവും വലിയ സ്നേഹിതനായി മാറും. അയൽവാസിയോട് ആ രീതി നമ്മൾ അവലംബിക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ വല്ലാത്ത ഒരു ശ്രദ്ധ, നമ്മുടെ വലിയ ഒരു കണിശമായ ഒരു വിചാരപ്പെടൽ
നമ്മുടെ അയൽവാസികളുടെ കാര്യത്തിൽ നമുക്കുണ്ടാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ വീടിന്റെ പരിസരത്ത് നല്ലവർ വരുന്നത് അനുഗ്രഹമാണെങ്കിൽ, തിന്മകൾ ഉള്ളവർ വരുന്നത്, തെറ്റുകൾ ചെയ്യുന്നവർ വരുന്നത്, ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹു നമുക്ക് കാവൽ തരാ, അള്ളാഹു തമ്പുരാനോട് കാവൽ തേടാനും റഹ്മാനായ റബ്ബ് നമുക്ക് വലിയ ക്ഷമയുടെ പ്രതിഫലം തരാനും കാരണമാകുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മണ്ണും വളരെ പ്രധാനമാണ്. വീട് നിൽക്കുന്ന മണ്ണ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, മണ്ണിനെ എങ്ങനെയാണ് പഠിക്കുക എന്ന് ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മണ്ണ് ഉഷാറുള്ള മണ്ണാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? എങ്ങനെയാണത്? ആ മണ്ണ് മൃഗങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മണ്ണാണോ എന്ന് പരിശോധിക്കണം എന്നാ, അല്ലേ? ഒരു വീടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ആ വീട്ടിൽ മനുഷ്യേതര ജീവികളിൽ പട്ടി ഒഴികെയുള്ള ഏതെങ്കിലും ഒരു ജീവി ഉണ്ടാവുക എന്നുള്ളത് ആ വീടിൻ്റെ ഒരു നിഅമത്താണ്. നബി തന്നെ പറഞ്ഞതാണത്. നിങ്ങൾക്കൊരു ആടിനെ വളർത്താൻ കഴിയുമെങ്കിൽ നിങ്ങളൊരാടിനെ വളർത്തുക. ഒരാടിനെങ്ങനെ വെറുതെ വളർത്തല്ല, ആടിന് കൂട് വേണ്ടി വരും, ആടിന് ഭക്ഷണം വേണ്ടി വരും, ആട് മറ്റൊരാളുടെ തെങ്ങിന്റെ തലപ്പ് കടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇതിനൊക്കെ കഴിയുമെങ്കിൽ നിങ്ങളൊരാട്, അല്ലെങ്കിൽ ഒരു കോഴി, ഇങ്ങനെയൊക്കെ ഹദീസിൽ കാണാം. അതുണ്ടാകുന്നത് വലിയ സന്തോഷമാണ്. ഒരു 15 കൊല്ലം മുമ്പൊക്കെ ഇതുപോലുള്ള ഒരു മജ്‌ലിസിൽ നമ്മൾ ആരുടെയൊക്കെ വീട്ടിൽ മനുഷ്യേതര ജീവജാലങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ കൈവക്കും, ഞങ്ങളുടെ വീട്ടിലുണ്ട്. എന്നാൽ ഇന്നതിൻ്റെ ശതമാനം വളരെ കുറവായിരിക്കും. ചോദിക്കാനൊന്നും ആഗ്രഹിക്കണില്ല. പശുള്ള വീടുകൾ, പോത്തുള്ള വീട്, ആടുള്ള വീട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് അനുഗ്രഹമാണ്. എന്തുകൊണ്ടത് അനുഗ്രഹമാകുന്നു? നമ്മൾ ചിന്തിക്കണം. മഹദിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ വീട്ടിൽ ഒരു ആടിനെ വളർത്തിയിരുന്നു. പൂച്ച ശുദ്ധിയുള്ള ജീവിയാണ്, പൂച്ചയെ വളർത്താവുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു പൂച്ചയോട് വലിയ സ്നേഹം കാണിച്ച് ആ പൂച്ചയുമായി അബൂ ഹുറൈറ നടന്നു പോയിരുന്നു. പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു മരത്തിന്റെ മുകളിൽ ആ പൂച്ച ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോൾ ആ പൂച്ച ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് മഹാനവറുകൾ യാത്രയാവും. പൂച്ചയോട് വലിയ സ്നേഹം. അതുകൊണ്ടാണ് ആ മഹാന്റെ പേര് അബൂ ഹുറൈറ. ഹിറത്ത്, ഹുറൈർ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ നബി ഒരിക്കൽ ചോദിച്ചതാണ്, എന്താണ് അന്ത അബൂ ഹുറൈറ, നീ പൂച്ചക്കുട്ടിയുടെ വാപ്പയാണോ എന്ന് ചോദിച്ചു. എപ്പോഴും ഇങ്ങനെ പൂച്ചക്കുട്ടി ഉണ്ടായതുകൊണ്ട്. ഇങ്ങനെ കോഴി വീട്ടിലുണ്ടായാൽ വളരെ നല്ലതാണ്. പല കാര്യങ്ങളും അതിനുണ്ട് എന്നാണ്. ഒന്ന്, അത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ജീവികൾ, അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്ന ജീവികൾ, അള്ളാഹുവിന്റെ മലക്കുകളെ കാണുന്ന ജീവികളാണ് കോഴികൾ എന്ന് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതല്ലേ. കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. ഫഇന്നഹാ റഅത് മലകാ, ആ കോഴി അള്ളാഹുവിന്റെ ഒരു മലക്കിനെ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? കോഴി, ആട് അനുഗ്രഹമുള്ള ജീവജാലങ്ങളാണ്. മോമിനീങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്കിന്ന് എവിടെ? അതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ കൂലിയാണ്. മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും. നമ്മളെ ചെറിയ 1ാം ക്ലാസ്സിലെ കുട്ടികൾ റബീഉൽ അവ്വലിന്റെ അന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം എന്താണ്? ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല ഒരാളെ സ്വർഗത്തിൽ കടത്തി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കല്ലേ. അതാണ് നമ്മളുടെ വീട്ടിൽ കോഴി ഉണ്ടാകുമ്പോൾ നമുക്കതിന്റെ കൂലി കിട്ടും. നമ്മളുടെ വീട്ടിൽ ആടുണ്ടാകുമ്പോൾ, പശു ഉണ്ടാകുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഇതര ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു അതിന്റെ കൂലി തരും. ഒരു ഭൂമി നമ്മൾ വാങ്ങാനോ നമ്മൾ ആ ഭൂമിയെ കൊള്ളാനോ നമ്മൾ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ആ ഭൂമിയിൽ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ശുഭലക്ഷണമാണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 10 സെന്റ് ഭൂമി എവിടുന്നെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഭൂമിയിലേക്ക് ഇങ്ങനെ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരു പശു അവിടെ നിന്നിട്ട് ഇങ്ങനെ പുല്ല് മേയുന്നുണ്ട് എങ്കിൽ അത് നല്ല ഭൂമിയാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഈ വാള് കേട്ട ചില ആൾക്കാരുണ്ടാവും കച്ചവടത്തിൻ്റെ മുമ്പായിട്ട് 2 പശുവിനെ അവിടെ കൊണ്ടുപോയി ഇവിടെ നല്ല ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരേതെന്നാണ് നമ്മളുടെ പോയിന്റ് എടുക്കുക എന്നറിയില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അല്ലെങ്കിൽ അവിടെ നമ്മളിങ്ങനെ ചെന്നപ്പോൾ അവിടെ മുമ്പ് മൃഗങ്ങൾ മേഞ്ഞടയാളുണ്ട്. ഇതിൻ്റെ ഒരു തെളിവായിട്ട് ചില മഹാന്മാർ പറയുന്ന രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവിടെ നിർത്താം. എന്താ പറയണത്? അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ ചെന്നു. വിശുദ്ധമായ മസ്ജിദുൽ ഖുബാ ഇന്ന് നിലകൊള്ളുന്ന ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടെ താമസിച്ചു. റബീഉൽ അവ്വൽ 9-ന് 10-ന്റെ അന്ന് 11-ഉം 12-ഉം അവിടെ താമസിച്ച് 12-ന്റെ അന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുകയാണ്. ഈ മസ്ജിദുൽ ഖുബയിൽ നിന്ന് ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീടിന്റെ ആ ഒരു പരിസരത്തേക്ക് ഇങ്ങനെ പോകുകയാണ്. പോകുമ്പോ ഓരോരുത്തരും നബിയെ വിളിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങന്റെ വീട്ടിൽ താമസിക്കണേ, അങ്ങന്റെ വീട്ടിൽ കഴിയണേ. നബി എന്താ പറഞ്ഞത്? എന്റെ ഒട്ടകത്തോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഫഇന്നഹാ മഅ്മൂറ, ആ ഒട്ടകത്തെ ദഊഹ, നിങ്ങൾ അതിനങ്ങോട്ട് വിട്ടോളൂ, അതെവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ താമസിച്ചോളാന്ന്. അപ്പൊ ആ മൃഗത്തിന് ഇഷ്ടപ്പെട്ട മണ്ണിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇറങ്ങുകയും അവിടെയുള്ള അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. കേട്ടോ, ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളുടെ വീടുകളിൽ ഇതര ജീവജാലങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും ചുരുങ്ങിയതൊരു 4 കോഴികളെങ്കിലും, ആ കോഴികൾക്ക് അന്നം കൊടുക്കാൻ, ആ കോഴിയുടെ മുട്ടകൾ കഴിക്കാൻ, ആ കോഴി ജീവജാലങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അത് വീടിന്റെ അനുഗ്രഹമാണ്, വീടിന്റെ ഐശ്വര്യമാണ്, വീടിന്റെ നന്മയാണ് എന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന് അനുയോജ്യമായ വീട് നൽകപ്പെടുക എന്ന് പറയുന്നത്. അനുയോജ്യമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മുഅ്മിനീങ്ങളെ, അള്ളാഹു തമ്പുരാൻ നമ്മുടെ പരിശ്രമങ്ങളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്കൊരു വീട് നൽകിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നമ്മൾ സംതൃപ്തരാവുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടായിരിക്കേണ്ട അടയാളമാണ്. വർളബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ പുതിയ പുതിയ വീടുകൾ കാണാൻ പോകുമ്പോ, കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുമ്പോ, നിന്റെ സഹോദരിയെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് പോകുമ്പോ, നിന്റെ അയൽപക്കത്തുള്ള വീട് കാണുമ്പോ, അവരുടെ വീടുകളിൽ പാകിയിരിക്കുന്ന ടൈല് കണ്ടിട്ട്, അവരുടെ വീടുകളിൽ സജ്ജീകരിക്കുന്ന വാഷ് ബേസിനുകൾ കണ്ടിട്ട്, അവരുടെ വീടുകളുടെ അലങ്കാരങ്ങൾ കണ്ടിട്ട് നിന്റെ സംതൃപ്തിയെ നീ ഒഴിവാക്കിയാൽ നിന്നെക്കുറിച്ച് ദരിദ്രയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ റസൂലുള്ള പറയുന്നത് തകുൻ അഗ്നന്നാസ്, നീ ജനങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സമ്പന്നയാണ്. അതെപ്പോഴാണെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് നൽകിയിരിക്കുന്ന എന്തൊന്നാണെങ്കിലും അത് വീടായത് കൊണ്ടാണ് ഇവിടെ അത് പറയുന്നത്. അൽഹംദുലില്ലാഹ്, എന്റെ വീട്ടിൽ ഈ 2 റൂമുകളെങ്കിൽ, 2 റൂമുകളാണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിൽ അങ്ങനെ, ഇതെനിക്ക് തമ്പുരാൻ നൽകിയല്ലോ. ഇത്രയുമില്ലാത്ത എത്ര ആളുകൾ ഈ ദുനിയാവിലുണ്ട്. എന്റെ അത്രയും സൗകര്യമില്ലാത്ത വാടക വീടുകളിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട് റബ്ബേ. എനിക്ക് എന്റേതായിട്ട് സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയുന്ന ഒരു റൂമാണെങ്കിൽ അതിൽ ഉറങ്ങാൻ പറ്റുന്ന, ഒരു ചെറിയ ടോയ്ലറ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥ എനിക്ക് അല്ലാഹു നൽകിയല്ലോ റബ്ബേ എന്ന് നീ സംതൃപ്തിയോടെ വിചാരിച്ചാൽ തകുൻ അഗ്നന്നാസ്, നീയാണ് ജനങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ഐശ്വര്യമുള്ളയാൾ. നമ്മളൊക്കെ അങ്ങനെ ആവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ പിന്നെ ആ വീട് നിർഭാഗ്യത്തിന്റെ വീടാകുന്നതാണ്. നിർഭാഗ്യത്തിന്റെ വീട്. സംതൃപ്തി ഇല്ലാതെ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും.
അശ്ശുഉമു ഫിദ്ദാരി വൽ മർഅതി വൽ ഫറസി എന്നൊരു ഹദീസ് ഉണ്ട്. അത് അവലക്ഷണാണ് എന്നാണ്. മനസ്സിനോട് നമുക്ക് മനസ്സ് അത് മനുഷ്യനായ നമ്മുടെ ഒരു ഇസ്തിക്ബാർ കൊണ്ട് ഉണ്ടാകുന്നതാണ്, അഹങ്കാരം കൊണ്ട്. ഞാൻ ഈ വീട്ടിലൊന്നും താമസിക്കേണ്ട ആളല്ല, ഞാൻ ഇവളെ ഒന്നും കല്യാണം കഴിക്കേണ്ട ആളല്ല, ഞാൻ ഇവനെ ഒന്നും കല്യാണം കഴിക്കേണ്ട ആളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ വിചാരിക്കാനേ പാടില്ല. അത് ഇസ്തിക്ബാറാണ്, മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു തരം അഹങ്കാരമാണ്. ആ സ്വഭാവത്തെ അങ്ങോട്ട് പറിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടും ശരിയായി, ഭാര്യയും ശരിയായി. വൽ ഫറസി, കുതിരയിലും. കുതിര എന്ന് പറഞ്ഞാൽ അന്നത്തെ വാഹനമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന് അനുയോജ്യമായ സ്ഥലം നിർണയിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാഹു നമ്മുടെ വീടുകളെയൊക്കെ നന്നാക്കി തരട്ടെ. ആ വീട്ടിൽ വെച്ച് നിസ്കാരം നിർവഹിക്കണം. ഞാൻ അതിന്റെ തുടക്കത്തിൽ ഞാനൊരു സൂചന നൽകി. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്, പരിശുദ്ധമായ ഖുർആൻ. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മിസ്റിൽ വീടുണ്ടാക്കാൻ പറയുന്ന ഒരു വചനം ഖുർആനിലുണ്ട്. ചില വീടുകളൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കും. പണ്ടത് ഏതായാലും ഉണ്ടായിരുന്നു. وَإِذْ أَوْحَيْنَا إِلَى مُوسَى وَأَخِيهِ أَن تَبَوَّآ لِقَوْمِكُمَا بِمِصْرَ بُيُوتًا وَاجْعَلُوا بُيُوتَكُمْ قِبْلَةً وَأَقِيمُوا الصَّلَاةَ وَبَشِّرِ الْمُؤْمِنِينَ وَأَوْحَيْنَا إِلَى مُوسَى وَأَخِيهِ മൂസാ നബിയിലേക്കും തന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിലേക്കും നാം ദിവ്യബോധനം നൽകി. എന്താ നൽകിയത്? നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങൾക്കും നിങ്ങൾ മിസ്റിൽ വീടുകൾ ഉണ്ടാക്കണം. വജഅലൂ ബുയൂതകും ഖിബ്ല, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് മുന്നിടുന്നതുമാക്കണം. നിങ്ങളുടെ വീടുകൾ ഖിബിലയാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടുകൾ അള്ളാഹുവിലേക്ക് മുന്നിടാൻ പ്രാപ്തമാക്കണം. എന്നിട്ടോ ആ വീടുകളിൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും വേണം. വേറെ ഒരു ഹദീസ് കേട്ടോളൂ. റസൂലുള്ള പറയാണ്, ഇജ്അലൂ മിൻ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ചില നിസ്കാരങ്ങൾ നിങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കണേ. സഹോദരിമാരത് ഏതായാലും നിർവഹിക്കും, പുരുഷന്മാരും അത് നിർവഹിക്കണം. വലാ തത്തഖിദൂഹു ഖുബൂറാ, ആ വീടുകൾ നിങ്ങൾ ശ്മശാന തുല്യമാക്കരുത്. ഇദാ ഖളാ അഹദുകുമുസ് സ്വലാത ഫീ മസ്ജിദി, ഒരാൾ പള്ളിയിൽ വെച്ച് തന്റെ നിസ്കാരം വീട്ടിയാൽ ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തി, അവൻ ആ വീടിനും അവന്റെ വീടിനും ആ നിസ്കാരത്തിൽ നിന്നൊരു ഓഹരി നിശ്ചയിക്കട്ടെ. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ, അവന്റെ വീട്ടിലുള്ള നിസ്കാരത്തിലൂടെ അല്ലാഹു വലിയ ഖൈറിനെ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. ഇശാ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു, ഇവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കുന്ന ഉറപ്പുള്ള ആളുകൾ ഏറ്റവും നല്ലത് എന്താണ്? ആ സുന്നത്ത് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കലാണ്. പക്ഷേ ആ ഉറപ്പ് അധിക ആളുകൾക്കും കുറവായതുകൊണ്ട് പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കലായിരിക്കും അതിൻ്റെ നന്മ. വീട്ടിൽ വെച്ച് നിസ്കാരങ്ങൾ നടക്കണം. ഇനി വീട്ടിൽ ഉണ്ടാകുന്ന സമയങ്ങളുണ്ടല്ലോ, ളുഹായുടെ സമയം, തഹജ്ജുദിന്റെ സമയം, ഇങ്ങനെയുള്ള സമയത്തുള്ള നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കുമ്പോ റഹ്മാനായ റബ്ബിന്റെ ഖൈർ ധാരാളമായിട്ട് നൽകും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് നിങ്ങൾ പതിക പേരും താമസിക്കുന്നത്.
ഭർത്താവിന്റെ വീട് അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും. ഭർത്താവ് ഗൾഫിലായേക്കാം, ഭർത്താവ് ജോലിക്ക് പോകുന്ന ആളായേക്കാം. ഭർത്താവിലൂടെ നിങ്ങൾക്കുണ്ടായ മക്കളെ നിങ്ങളുടെ വീട്ടിൽ അല്ലാഹു തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഒരുപക്ഷെ ആ ഭർത്താവ് ഗൾഫിലോ മറ്റു ജോലിക്കോ മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം. നിങ്ങൾക്കതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ വീട്ടിൽ നിങ്ങൾ ഭരണാധികാരിയാണ്. ആ വീടിന്റെ വൃത്തി നിങ്ങളുടെ കൈവശമാണ്. ആ വീടിന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ആ വീട്ടിലെ മക്കളുടെ പരിപാലനം നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾ ഒരന്യ പുരുഷനെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് താല്പര്യമില്ലാത്തവരെ നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ശാപം, നിങ്ങളുടെ ഭർത്താവിനോട് കാണിക്കുന്ന വഞ്ചന എല്ലാം കൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണേ. പാപങ്ങളിലേക്ക് പോകരുത്, കുറ്റകൃത്യങ്ങളിലേക്ക് പോകരുത്. ആര് കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാഴ്ചയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് വന്നേക്കാം, കാണില്ല എന്ന് വന്നേക്കാം. ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട്. വിശ്വസ്തത പുലർത്തണം. ആ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനോട് വിശ്വസ്തരായിരിക്കണം, നിങ്ങളുടെ മക്കളോട് വിശ്വസ്തരായിരിക്കണം. അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ നിങ്ങൾ സാധനങ്ങൾ ചെലവഴിക്കുന്നതിലും ഏത് നൽകുന്നതിലും നിങ്ങൾ വളരെ ഗൗരവം കാണിക്കണം, നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. അദ്ദേഹത്തോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു കാരണവശാലും നിങ്ങൾ വഞ്ചന കാണിക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഡ്ഢിയായ മനുഷ്യൻ ഫോൺ ചെയ്യുമ്പോഴേക്ക്, ഏതെങ്കിലും ഒരു വിഡ്ഢിയായ മനുഷ്യൻ വർത്തമാനം പറയുമ്പോഴേക്ക്, വഴിതെറ്റിക്കാൻ ഒരുങ്ങുന്നവർ നിങ്ങളെ വിളിക്കുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോയാൽ അല്ലാഹുവിന്റെ ശാപം, ഭർത്താവിന്റെ ശാപം, ഈ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെയുള്ള പരാജയം നമ്മെ കാത്തിരിക്കുന്നു എന്ന വേദനാജനകമായ സംഗതി നമ്മൾ അറിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ നമ്മൾ സംരക്ഷിക്കണം. നമുക്ക് അല്ലാഹു നൽകിയ ആ വീട്, നമ്മളുടെ ഭർത്താവിലൂടെ താമസിക്കാൻ നൽകിയ ആ ഒരു വീട്, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്താണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു കാവൽ നൽകട്ടെ. വീടുകൾ വലിയ ആഡംബരങ്ങൾ സ്വീകരിക്കുന്ന കാലമാണ്. വീടുകൾ മാത്രമല്ല, എല്ലാം അങ്ങനെയാണോ? ആഡംബരങ്ങളുടെ ലോകത്ത് ഒരു ചെറിയ കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കട തുടങ്ങുന്ന ആളുകൾ ആ കടയിലുള്ള ചരക്കുകൾക്കും സാധനങ്ങൾക്കൊക്കെ ഉള്ളതിനേക്കാളും വലിയ സൗകര്യങ്ങളോ വലിയ ആഡംബരപൂർണ്ണമായിട്ടായിരിക്കും അതിൻ്റെ ഫർണിഷിങ് ചെയ്യുക. അട്രാക്ഷൻ നല്ലതാണെന്നൊക്കെ പറയും. ഒരു വർഷം കഴിഞ്ഞിട്ട് കടവും കടത്തിൻ്റെ കൂടെല്ലോ ആയിട്ട് അവരത് വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോഴായിരിക്കും അവർ നമ്മളോട് പറയുന്നത് അത്ര വലിയ കാശൊക്കെ ചിലവാക്കിയിട്ട് അതിൻ്റെ ഫർണിഷിങ്ങൊക്കെ നടത്തിയിട്ട് കച്ചവടം ഉണ്ടായില്ല എന്ന് പറയും. ആഡംബരങ്ങൾ അവസാനിപ്പിക്കണം. വൃത്തിയും സൗന്ദര്യവും നല്ലതാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. നല്ലൊരു വൃത്തിയുള്ള വീടുണ്ടാവുക. വൃത്തി, ആഡംബരം വേണമെന്നുണ്ടോ വൃത്തിക്ക്? ഉണ്ടോ? ആഡംബരം വേണമെന്നില്ല വൃത്തിക്ക്. ഞാനിങ്ങനെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിരിക്കുന്ന ഒരാളോട് ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറയാണ്, ഇപ്പോൾ ചില വീടുകളുടെയൊക്കെ എന്താ പറയുക, കണ്ടംപററിയോ, അതായത് ഈ പഴയ കാലഘട്ടത്തിലുള്ള ഓരോ മോഡലുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറയത്തരേ ചില വീടുകൾ. അങ്ങനെ വീടുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് നമ്മളതിൻ്റെ ഡോറുകളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇയാളിനോട് പറയാണ്, ആ ഡോറിൽ നമ്മൾ എലിവാലിൻ്റെ രോമങ്ങൾ വരെ, എലി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു രോമം ഉണ്ടാവുമല്ലോ, ആ രോമങ്ങൾ വരെ അതിൻ്റെ പഴക്കം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളുടെയൊക്കെ വാതിൽ വന്ന് നോക്കിയാൽ പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ബ്രഷിൻ്റെ ഏതെങ്കിലും ആര് പോയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. ഇതുവരെ അത് ആർട്ടിഫിഷ്യലായിട്ട്. അങ്ങനെ ആഡംബരവും വൃത്തിയും രണ്ടാണ്. നമ്മൾ വിചാരിക്കും അത് നമ്മൾ കാശില്ലാത്തതുകൊണ്ട് അങ്ങനെയല്ല. കാശുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അമിതമായ ആഡംബരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് താല്പര്യമില്ലാത്ത സംഗതിയാണ്. നമ്മൾ വിവാഹത്തെ എതിർക്കുന്നില്ലല്ലോ, നമ്മൾ വിവാഹത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് എതിർക്കണില്ലല്ലോ. നമ്മൾ എന്തിനെയാണ് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത്?
ആ വിവാഹം ആഡംബരാകുന്നതിനെയാണ്. വീടുകൾ, നല്ല വീടുണ്ടാവുക, വിശാലമായ വീടുണ്ടാവുക, ഒരാൾക്ക് കടന്നു വരാനും താമസിക്കാനൊക്കെ നല്ല അതിനല്ല. പക്ഷെ അതങ്ങോട്ട് ആഡംബരപൂർണം. എന്നിട്ട് നമ്മൾ അന്വേഷിച്ച് നോക്കിയാലോ ഈ വീടിന് എത്രയാ ചെലവായത്? ഇപ്പൊ ആൾക്കാർക്ക് പൈസ എന്ന് പറയാൻ വയ്യ, 1C എന്നൊക്കെയാ പറയാം. ചില ആൾക്കാർ 1CR എന്നൊക്കെ പറയും. ഓ യാ അല്ലാ. ഇന്നലെയും കൂടി ഒരാളിനോട് പറഞ്ഞു ഒരു 10 സീൻ്റെ സ്ഥലമാണ് അത്ര ഒരു വിറ്റെന്ന് പറഞ്ഞു. 10C. ഓ, കാരണം അന്ന് പറയുമ്പോൾ ഒരു ഒരു കോഡ് ഭാഷയായിട്ട് മാറിയിരിക്കുകയാണ് എന്നതുപോലെയാണ് വീടുകൾ ഇന്നിപ്പോൾ വലിയ പുതിയ വീടുകൾ മാത്രമല്ല, പഴയ വീടുകളൊക്കെ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സംഗതികൾക്ക് ഞാൻ പുറപ്പെടുമ്പോൾ, നമ്മളിങ്ങനെ ഒരു വീടുണ്ടാക്കാൻ പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ വീട് മോഡിഫൈ ചെയ്യാൻ പുറപ്പെടുകയാണ്, അതിൻ്റെ അനിവാര്യത, അതിൻ്റെ ചെലവ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്താണ്? നമുക്കൊരു വീടല്ല, നമുക്ക് വീടുകൾ വരാനുണ്ട്. നാളെ കിടക്കുന്ന വീട്, കബറെന്ന മണ്ണറക്കൂട്, അങ്ങനെ ഒരു വീട് വരാനുണ്ട് ഇല്ലേ? ആറൂക്കാലുള്ളൊരു കട്ടിലിലേറ്റി ആളുകൾ മെല്ലെ നാടം നീടുന്നു. ഇരുളാൽ പെയിന്റിട്ട വീട്, കബറെന്ന മണ്ണറക്കൂട്. അങ്ങനെ ഒരു വീട് വരാനുണ്ട്. വേറൊരു വീടും വരാനുണ്ട്, സ്വർഗമാകുന്ന വീട്. ഇവിടെ രണ്ടോടത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ദുന്യാവിലെ വീട് നമ്മളൊന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ച് നിർമ്മിക്കേണ്ടി വരും. പടച്ചോനെ ആ വീട്ടിൽ സൂക്ഷിക്കേണ്ടി വരും. ഞാൻ നിങ്ങളോട് പറയട്ടെ, വീടുകൾ മോഡിഫൈ ചെയ്ത ഒരു വിഭാഗം ഖുർആനിലുണ്ട്. അവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വീട് ഭംഗിയാക്കുക. അങ്ങനെ തന്നെയാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒന്ന് ആദ് സമുദായം, മറ്റൊന്ന് സമൂദ് ഗോത്രം. وثمود الذين جابوا الصخر بالواد. അങ്ങനെയാ പറഞ്ഞത്. സമൂദ് ഗോത്രം അവർ മലകൾ തുരന്നുണ്ടാക്കി വീടുണ്ടാക്കി. അതിനേക്കാളും വലുതായിരുന്നു ആദ് സമുദായം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا الصخر بالواد. നബിയെ അങ്ങ് കണ്ടില്ലയോ? കൈഫ ഫഅല റബ്ബുക ബിആദ്, എന്താണ് ആദിനെ കൊണ്ട് അല്ലാഹു ചെയ്തത് എന്ന് താങ്കൾ കണ്ടില്ലയോ? നിങ്ങൾ കണ്ടോ എന്താ ആദിനെ കൊണ്ട് ചെയ്തത്? അൽഹാഖതു മൽഹാഖ വമാ അദ്റാക മൽഹാഖ കذبت ثمود وعاد بالقارية وأما ثمود فأهلكوا بالطاغية. സമൂദ് ഗോത്രം അവരുടെ തെമ്മാടിത്തരങ്ങൾ കാരണത്താൽ നശിപ്പിക്കപ്പെട്ടു. وأما عاد فأهلكوا بريح صرصر عاتية. അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിലൂടെ ആദ് സമുദായത്തെയും അല്ലാഹു നശിപ്പിച്ചു. സഖറഹാ അലൈഹിം സബ്അ ലയാലി വസമാനിയത അയ്യാം. 8 പകലുകളും 7 രാത്രികളും ആ കൊടുങ്കാറ്റവരെ പിടിച്ചു നിന്നു. ആ കൊടുങ്കാറ്റവരെ കീഴടക്കി. وترى القوم فيها صرعى كأنها أعجاز نخل خاوية. മറിഞ്ഞു വീണ ഈത്തപ്പനകൾ പോലെ അവരോരോരുത്തരും അവരുടെ വീടുകളും മറിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ഇതുണ്ടായത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഈ ആദ് എന്താ പ്രത്യേകത? ഇറം എന്ന നാട്ടിൽ താമസിച്ചിരുന്നവരായിരുന്നു അവർ. ഇറം എന്നത് അവരുടെ വെല്ലിപ്പയുടെ പേരായിരുന്നു. ആ ഇറം അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ ഗോപുരങ്ങളുടെ ആളുകളായിരുന്നു. വലിയ വീടുകൾ ഉണ്ടാക്കുന്നവർ, ഗോപുര സമാനമായ വീടുകൾ ഉണ്ടാക്കുന്നവർ, വലിയ വലിയ കൊട്ടാരങ്ങളും കൊട്ടകളും കിട്ടുന്നവർ ആയിരുന്നു അവർ. കണ്ടോ? തന്നെയുമല്ല, അവരിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ആര്?
ആര്? സയ്യിദുനാ ഹൂദ് നബി അലൈഹിസ്സലാം അല്ലേ? വഇലാ ആദിൻ അഖാഹും ഹൂദാ, ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തബസൂൻ വതത്തഖിദൂന മസാനിയ ലഅല്ലകും തഖ്ലുദൂൻ. നിങ്ങൾ എന്തിനാണ് ഉയർന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വെറുതെ ഈ ഉയർന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വീടുകൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലഅല്ലകും തഖ്ലുദൂൻ, നിങ്ങൾ ഇവിടെ തന്നെ ശാശ്വതരായി നിൽക്കുന്നു? അപ്പൊ ഒരു വീടല്ല, ഒരിങ്ങനെ വീട്. ഖിയാമത്ത് നാളിന്റെ അടയാളം അതാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലേ? അതെന്നല്ലേ? എന്താ പറയുന്നത്? കാലിൽ ചെരിപ്പിടാനില്ലാത്ത, ശരീരത്തിൽ ധരിക്കാനുള്ള വസ്ത്രമില്ലാത്ത പട്ടിണി പാവങ്ങളെ നിങ്ങൾ കാണലാണ്. എങ്ങനെ കാണലാണ്? എങ്ങനെയാ കാണുക? അവരിങ്ങനെ യതതാവലൂന ഫിൽ ബുനിയാൻ, അവരിങ്ങനെ കെട്ടിടങ്ങൾ ഉയർത്തി മത്സരിക്കുന്നതായി കാണലാണ്. എന്റേതാണ് വലുത്, അവന്റേതാണ് വലുത്. അപ്പൊ മുഅ്മിനീങ്ങളെ, നമ്മൾ വീടുകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ആഡംബരങ്ങളുടേതാകരുത്, അത് ആവശ്യത്തിൻ്റെതാകണം. അത് അമിതമായ അലങ്കാരത്തിൻ്റെതാവരുത്, അത് അനിവാര്യമായ വൃത്തിയുടേതാകണം. വൃത്തി വളരെ പ്രധാനമാണ്. വീട്ടിലേക്ക് ചില വീടുകൾ ഉണ്ടാവും, വൃത്തി എന്ന് പറഞ്ഞത് അതിൻ്റെ അടുത്തു കൂടെ പോയിട്ടുണ്ടാവില്ല. മുഅ്മിനീങ്ങളായ ആളുകളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരിമാരെ, ചില ആളുകളുടെ വീട്ടിൽ ചെന്ന് ഭയങ്കര തർക്കം, കോലാഹലം. എന്താണെന്നറിയോ? അത്യാവശ്യമായിട്ട് വാഷിംഗ് മെഷീൻ്റെ വാറണ്ടി കാർഡ് വേണം, അത് കാണുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുക. വീട്ടിലുള്ള എല്ലാ സാധനത്തിനും പൊതുവെ വാറണ്ടി കാർഡും ഗ്യാരണ്ടി കാർഡൊക്കെ ഉണ്ടാവും. പടച്ചോനെ, ആരും ഒന്നും ഉണ്ടെന്നില്ലല്ലോ. വീട്ടിലുള്ള റെഫ്രിജറേറ്ററിനുണ്ടാവും, മിക്സിക്ക് ഉണ്ടാവും, ടി വി ഉണ്ടെങ്കിൽ അതിനുണ്ടാവും, എല്ലാറ്റിനും ഉണ്ടാവും. അതുപോലെ നമ്മളുടെ മക്കളുടെയൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ, അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ പല സാധനങ്ങളുണ്ടാവും. 90% ഇപ്പം നിങ്ങളെ പറ്റി പറയല്ല, പക്ഷേ അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെയാണതെന്ന് ആർക്കും അറിയില്ല. മൂമിൻ്റെ വീട്ടിലെ വൃത്തി എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ വൃത്തിയല്ല, ഇതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും വേണം. ഞാൻ നിങ്ങളോട് പറയണം, ഒരു 50 രൂപ കൊടുത്താൽ, 100 രൂപ കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു ഫയൽ കിട്ടും. ഇത് അവിടെ നിന്ന് തുടങ്ങണം. നമ്മളുടെ വസ്ത്രങ്ങൾ പിന്നെ അടുക്കി വെക്കുന്നത് മുതൽ, നമ്മുടെ റൂമുകളിലുള്ള അലങ്കാരങ്ങൾ മുതൽ, റൂമിലുള്ള വൃത്തി മുതൽ, നമ്മളുടെ വീടിന്റെ അകത്തുള്ള ബാത്റൂമിന്റെ ദുർഗന്ധമില്ലാത്ത അവസ്ഥകൾ മുതൽ, നമ്മളുടെ തീന്മേശയുടെ ഭംഗികൾ മുതൽ, നമ്മളുടെ വീടിന്റെ പുറത്ത് നമ്മളുടെ മക്കളും നമ്മളും ഇടുന്ന ചെരുപ്പുകൾ അടുക്കി വെക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. വീട് നല്ല വൃത്തിയുള്ള വീടാകണം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ ഞങ്ങൾ പണങ്ങരുത്. നമ്മളുടെ വീടിൻ്റെ വൃത്തിയുടെ ഭാഗമാണ് നമ്മളുടെ വീട്ടിലൊക്കെ നല്ല അലങ്കരിക്കുന്ന നല്ല ചെടികൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ. ചെടികൾ ഉണ്ടാവണം. പണ്ട് നമ്മളുടെ പെൺകുട്ടികളൊക്കെ മത്സരിക്കും ഇല്ലേ? നമ്മളുടെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ മത്സരിക്കും, ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ട് ആരുടെ ചെടിയാണ് നല്ല വളരുന്നത്, ആരുടേതിലാണ് ആദ്യം പൂക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെ സംസ്കാരമൊന്നുമില്ല. ഞാൻ വീട് ഉണ്ടാക്കണ കാലത്ത് ചിലപ്പോൾ 2-3 പൂച്ചട്ടികളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് ആ കാടും ഇതൊക്കെ ആയിട്ട് അത് പൊട്ടി അങ്ങനെ ആയിട്ട് ഇങ്ങനെ. അതല്ല, അത് മക്കൾക്കൊരു എക്സ്പീരിയൻസ് ആണ്, അത് അവർക്കുള്ള ഒരു എക്സസൈസും കൂടെയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതൊക്കെ ഖൈറാണ്. വീട്ടിൽ ചെടി ഉണ്ടാകുന്നതും ആ ചെടിക്ക് വെള്ളമൊഴിക്കുന്നതും ആ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നതും അതൊക്കെ ആ വീടിന്റെ ഒരു അലങ്കാരമാണ്. അതിന് ഉമ്മമാര് മുൻകൈയെടുക്കണം. വീട്ടിൽ അടുക്കളത്തോട്ടം ഉണ്ടാകണം. ഒരുപക്ഷെ വലിയ പച്ചക്കറികളോ അതുപോലെയുള്ള സംഗതികളോ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിലും 1-2 സാധനങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് കൊല്ലത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന കൂലി വളരെ വലുതാ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ ഒരു ചെടി നട്ടാൽ എന്നിട്ടതിൽ നിന്ന് വല്ലതുമുണ്ടായി അതിന്റെ ഫലത്തിൽ നിന്ന് മനുഷ്യരോ മൃഗങ്ങളോ കഴിച്ചാൽ അല്ലാഹു അവർക്ക് സ്വതക്കയുടെ കൂലി നൽകുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാൻ. വീടിൻ്റെ മര്യാദകളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. വീടിൻ്റെ മര്യാദകൾ, വീട്ടിലേക്ക് കടക്കുമ്പോഴെങ്ങനെയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്ങനെയാണ്, ദിക്റുകൾ എന്തൊക്കെയാണ്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമ്മളൊരൊറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇവിടെ നിന്ന് നമ്മളുടെ വീടുകൾ അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ആകരുത്. വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ വരുന്നവർക്ക് സന്തോഷം ഉണ്ടാവണം, അതിഥികൾക്ക് സന്തോഷം ഉണ്ടാവണം. ആ വീട്ടിൽ പരസ്പരം സന്തോഷവും സമാധാനവും ഉണ്ടാകണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ദിക്റുണ്ടായാൽ അതൊക്കെ ഉണ്ടാവും. കലഹമില്ലാത്ത വീട്, മക്കളും ഉമ്മയും ബാപ്പയും ഒക്കെ ഇഷ്ടപ്പെടുന്ന, പരസ്പരം സന്തോഷത്തോടെ വർത്തമാനം പറയുന്ന വീട് നമ്മളുടെ വീടിന്റെ ഏറ്റവും വലിയ മാതൃക. ലോകത്തിന്റെ മുത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദുർ റസൂലുള്ളാഹി അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അലർ റസൂൽ അസ്സഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. റസൂലുള്ളാഹിയുടെ വീട്ടിൽ വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഐഹിക ലോകത്തെ ജീവിത വീക്ഷണം എങ്ങനെയാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ലോകത്തെ പഠിപ്പിച്ചത്. നബിയുടെ വീട് പറഞ്ഞാൽ വലിയ വീടല്ല. നബിയുടെ വീടുകളെ സംബന്ധിച്ചാണ് അൽ ഹുജുറാത്ത് എന്ന ഒരു അധ്യായം ഉണ്ട് ഖുർആനിൽ. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂമുകൾ, മുറികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ മദീന പള്ളിയുടെ മിഹ്റാബിൻ്റെ ഒരു ഭാഗത്തായിട്ട് നബിക്കുള്ള ചെറിയ ഒരു വീട്, ആയിഷ ബീവി. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാര്യയെ കല്യാണം കഴിച്ചു, അടുത്ത വീട്, അങ്ങനെ അടുത്ത വീട്. അതിൽപ്പെട്ട ഒരു വീട് ഇപ്പോഴും ബാക്കിയുണ്ട്. എങ്ങനെയാണത് ബാക്കിയായത്? അവിടെയാണ് റൗള ഉണ്ടായത്, അവിടെയാണ് പുണ്യപൂമാനന്തി ഉറങ്ങുന്നത്. ആ മദീനയിലെ പച്ചക്കുബ്ബക്ക് താഴെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്നത്. ബാക്കിയുള്ളതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ ചരിത്രമായി പോയി. റസൂലുള്ളാഹിന്റെ വീടിന്റെ വിസ്താരം 6-7 മുഴമായിരുന്നു. കൈ ഉയർത്തിയാൽ മേൽപ്പുരയിൽ മുട്ടുമായിരുന്നു. മണ്ണിന്റെ ചുവരായിരുന്നു, ഈന്തപ്പനയുടെ മേൽക്കൂരയായിരുന്നു. നബിയുടെ വീട്ടിൽ ഫർണിച്ചറുകളൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പായയാണ്, ഒരു നാരിന്റെ തലയിണയാണ്. പലപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബികൾ കാണുമ്പോ, അവിടുത്തെ പുറം കാണുമ്പോ, കൈകൾ കാണുമ്പോ ആ ഈത്തപ്പനയുടെ അടയാളങ്ങൾ നബിയുടെ ശരീരത്തിൽ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. തോലിന്റെ ഒരു വിരിപ്പുണ്ടായിരുന്നു, ഒരു പാനപാത്രമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല ഘട്ടങ്ങളിലും സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, നബിയേ അങ്ങേക്ക് ഞങ്ങൾ ഒരു ചെറിയ കിടക്ക ഉണ്ടാക്കി തരട്ടെയോ? ചീഫ് ജസ്റ്റിസ് ആണ്, ഭരണാധികാരിയാണ്. സ്വഹാബികൾ എന്തും കൊടുക്കാൻ തയ്യാറുള്ള ആളാണ്. നബി എന്താ ചോദിച്ചത്? മാലി വലിദ്ദുനിയാ, ഞാനും ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണെന്ന് ചോദിച്ച് ആ സ്വഹാബത്തിന്റെ ചോദ്യത്തെ മറികടന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 87-ൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് മദീന പള്ളി വികസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ വീടുകൾ പൊളിക്കാൻ തീരുമാനിച്ചു. സ്വഹാബികൾ ഒരുമിച്ചുകൂടി, ജനങ്ങൾ ഒരുമിച്ചുകൂടി. നബിയുടെ ഗന്ധം ഏറ്റുവാങ്ങിയ ചുമരുകൾ, വഹയിന് സാക്ഷിയായ ചുമരുകൾ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചുമരുകൾ, ആ ചുമരുകൾ പൊളിക്കുന്നത് കണ്ടപ്പോ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പടച്ചവനേ,
ആ വീടുകളെങ്ങാനും ലോകത്ത് നിലനിന്നിരുന്നുവെങ്കിൽ എന്താണ് മുഹമ്മദ് റസൂലിന്റെ ലാളിത്യമെന്ന് ജനങ്ങൾക്ക് അറിയുമായിരുന്നു. പലപ്പോഴും പട്ടിണിയാണ് ആ വീട്ടില്, പലപ്പോഴും സങ്കടങ്ങളാണ്. പക്ഷേ അതൊക്കെ സഹിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഒരു വീട് എങ്ങനെയായിരിക്കണമെന്ന മാതൃക കാണിച്ച് നമുക്ക് ഏറ്റവും വലിയ പാഠങ്ങൾ പറഞ്ഞു തന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാവരും ഒന്ന് ആമീൻ പറ. ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ച തമ്പുരാനെ, ഈ സദസ്സിൽ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാടക വീടുകൾ താമസിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ആമീൻ പറയണേ. റബ്ബേ, മുനവ്വർ ഷാ തങ്ങളുടെ ആണ്ട് കൊണ്ടാടുന്ന സദസ്സാണ്. റബ്ബേ, അവർക്ക് നല്ല വീടിനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ല വീടിനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചോനെ, മക്കളൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ആ മക്കളൊക്കെ സ്ഥലം വാങ്ങിയിട്ടുണ്ടാകും, വീട് പണിയണമെന്നാകും. അല്ലാഹുവേ, അതിനുള്ള വഴി എളുപ്പമാക്കണേ റബ്ബേ. ഉള്ള വീട്ടിൽ സൗകര്യം പോരാഞ്ഞിട്ട് ഒന്ന് നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, മക്കളുടെ കല്യാണമൊക്കെ ആയിട്ട്. റബ്ബേ, അതിനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അതൊന്നുമില്ല, ഇനി മരിക്കണത് വരെ വീടുമ്മ തൊടൂല. പടച്ചോനെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ തമ്പുരാനെ.